ഒരു മൂടിയ സത്യത്തേക്കാൾ അസ്വസ്ഥതപ്പെടുത്തുന്നത് മറ്റൊന്നുമില്ല. നിയമത്തിന്റെ മുന്നിൽ വിചാരണ തീർന്ന കോടതി വിധി കൽപ്പിച്ച ഒരു കേസ് 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളിലെത്തിയാൽ അതിനെ നിങ്ങൾ എന്തു വിളിക്കും? പ്രതി ജയിലിലാണ്, അയാൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും തങ്ങളുടെ പഴയ ജീവിതങ്ങളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ കത്തിന്റെ രൂപത്തിലോ ഒരു ഫോട്ടോയുടെ രൂപത്തിലോ ഒരു ചെറിയ തെളിവ് നിങ്ങളുടെ മുന്നിലേക്ക് വീഴുമ്പോൾ മുൻപ് നിങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം തികച്ചും ഒരു വലിയ നാടകമായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ റെക്കോർഡ് റൂമുകളിൽ വർഷങ്ങളായി പൊടിപിടിച്ചു കിടക്കുന്ന ഫയലുകളിൽ ഒന്നു മാത്രമായിരുന്നു അത്. ക്രൈം നമ്പർ 412/2023 ഭവാനി അമ്മ വധക്കേസ്. സ്വന്തം മകൻ വിവേക് അമ്മയെ ക്രൂരമായി കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തി എന്നാണ് കേസ്. കാരണം സാമ്പത്തിക ബാധ്യതയും സ്വത്തുതർക്കവും. ഒരു വലിയ മാധ്യമ വിചാരണയും അതിനു പിന്നാലെ കോടതിയുടെ ജീവപര്യന്തം വിധിയും കഴിഞ്ഞപ്പോൾ എല്ലാവരും കരുതി നീതി നടപ്പിലായി എന്ന്. എന്നാൽ യഥാർത്ഥ പ്രതി വിധി കേട്ട് ചിരിക്കുമ്പോൾ നിരപരാധിയായ ഒരാൾ ജയിലിന്റെ തണുത്ത ചുവരുകൾക്കുള്ളിൽ തന്റെ കണ്ണീരൊഴുക്കുകയാണെന്ന് ആരും അറിഞ്ഞില്ല. രുദ്രൻ നായർ തന്റെ മേശപ്പുറത്തിരുന്ന കറുത്ത കാപ്പിയിൽ നിന്നൊരു സിപ്പെടുത്തു. അദ്ദേഹത്തിന്റെ മുന്നിൽ 3 വർഷം പഴക്കമുള്ള ആ ഫയൽ തുറന്നു കിടക്കുകയായിരുന്നു. ഫയലിന്റെ മുകളിൽ അന്നു രാവിലെ കൊച്ചി സിറ്റി പോലീസ് ഓഫീസിലേക്ക് തപാലിൽ വന്ന ആ ബ്രൗൺ കവർ കിടപ്പുണ്ട്. അയച്ചയാളുടെ വിലാസമില്ല, സ്റ്റാമ്പ് പോലും പതിക്കാത്ത, നേരിട്ട് കൊണ്ടുവന്നിട്ടതാണെന്ന് തോന്നിക്കുന്ന ഒരു സാധാരണ കവർ. ഉള്ളിൽ ഒരൊറ്റ ഫോട്ടോയും പഴയൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പിയും കൈപ്പടയിൽ മലയാളത്തിൽ എഴുതിയ ഒരു വരിയും മാത്രം. ആ കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: വിവേക് പൂർണ്ണമായും വലങ്കയ്യനാണ്. ആ ഗ്യാസ് സ്റ്റൗവിലേക്ക് സൂക്ഷിച്ചു നോക്കുക. രുദ്രൻ തന്റെ പതിവ് ശീലപ്രകാരം കഴിഞ്ഞ അരമണിക്കൂറായി അദ്ദേഹം ആ ഒരൊറ്റ ഫോട്ടോയിലാണ്. 3 വർഷം മുമ്പ് ഭവാനി നിവാസിലെ അടുക്കളയിൽ നിന്ന് ക്രൈം സീൻ ഫോട്ടോഗ്രാഫർ എടുത്ത, എന്നാൽ പിന്നീട് പോലീസ് ഫയലുകളിൽ നിന്ന് ആസൂത്രിതമായി നീക്കം ചെയ്യപ്പെട്ട ഒരു ഫോട്ടോയാണിത്. ഒരടുക്കളയുടെ വെറുമൊരു ചിത്രം. അരികിൽ നിന്നിരുന്ന കുഞ്ഞുമോൻ തന്റെ കയ്യിലിരുന്ന ചൂടുള്ള പരിപ്പുവടയുടെ പകുതി കടിച്ചു ചവച്ചുകൊണ്ട് ഫോട്ടോയിലേക്ക് തലനീട്ടി നോക്കി. എന്താ സാറേ ഈ ഫോട്ടോയിൽ ഇത്ര നോക്കാൻ? ഒരു ഗ്യാസ് സ്റ്റൗവും അതിന്റെ മുകളിലിരിക്കുന്ന ഒരു അലുമിനിയം പാത്രവും. ഭവാനി അമ്മ മരിച്ചുകിടന്ന ഹാളിൽ നിന്നല്ലല്ലോ ഈ ഫോട്ടോ, അടുക്കളയിൽ നിന്നല്ലേ? അന്ന് കള്ളൻ കയറിയപ്പോൾ പാത്രം തട്ടിയിട്ടതാണെന്നല്ലേ ലോക്കൽ പോലീസ് എഴുതിവെച്ചത്? രുദ്രൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ നോട്ടം ആ ഫോട്ടോയിലെ ഇരുമ്പ് സ്റ്റൗവിന്റെ ആ ചെറിയ നോബിലായിരുന്നു. കുഞ്ഞുമോനെ, രുദ്രൻ ശാന്തമായി തന്റെ താടിയിൽ തടവി. കുഞ്ഞുമോനെ, നീ ഈ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്ക്. ഈ അടുക്കള 3 വർഷം മുമ്പ് കൊലപാതകം നടന്ന രാത്രിയിൽ ലോക്കൽ പോലീസ് ലോക്ക് ചെയ്തതാണ്. വിവേകിന്റെ വിരലടയാളങ്ങൾ ഹാളിലെ വാതിലിലും ഭവാനി അമ്മയുടെ മുറിയിലുമാണ് കിട്ടിയത്. പക്ഷേ ഈ ഫോട്ടോ നോക്കൂ. ഗ്യാസ് സ്റ്റൗവിലെ ആ നോബ് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ? കണ്ടു സാറേ, ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനെന്താ? കുഞ്ഞുമോൻ സംശയത്തോടെ ചോദിച്ചു. സ്റ്റൗവിന്റെ വലതുവശത്തെ ബർണറിലാണ് പാത്രമിരിക്കുന്നത്. അതിനടിയിലെ നോബാണ് ഓഫ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ നോബിലേക്ക് നോക്ക്. നോബ് തിരിക്കുമ്പോൾ വിരൽ പതിയുന്ന ആ ഭാഗത്ത് ഒരു ചെറിയ ഗ്രീസ് പാടുണ്ട്. ആ പാട് നോബിന്റെ ഇടതുവശത്ത് നിന്നല്ല തിരിക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാക്കുന്നു. അതായത് അത് തിരിച്ചോഫ് ചെയ്തത് ഒരു ഇടംകയ്യനാണ്. വിവേക് പൂർണ്ണമായും വലങ്കയ്യനാണെന്ന് ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് നുണയല്ല. ഞാൻ വിവേകിന്റെ പഴയ സൈൻ ഷീറ്റുകൾ പരിശോധിച്ചു. അവൻ എല്ലാ രേഖകളിലും ഒപ്പിട്ടിരിക്കുന്നത് വലത് കൈകൊണ്ടാണ്. കുഞ്ഞുമോൻ ചവച്ചുകൊണ്ടിരുന്ന വായ പെട്ടെന്ന് നിശ്ചലമാക്കി. അവൻ ഫോട്ടോയിലേക്ക് കൂടുതൽ അടുത്തേക്ക് മുഖം കൊണ്ടുവന്ന് നോക്കി. അപ്പോഴാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ ഫോറൻസിക് ലാബോറട്ടറിയിൽ നിന്ന് ഡോക്ടർ ഫെലിക്സ് തോമസ് അങ്ങോട്ടേക്ക് കടന്നു വന്നത്. നീല നിറത്തിലുള്ള ലാബ് കോട്ട് ധരിച്ച ഫെലിക്സിന്റെ കയ്യിൽ അപ്പോഴും ചില കെമിക്കൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു ആകുലത കാണാമായിരുന്നു. രുദ്ര, നീ ആലോചിക്കുന്നത് ശരിയാണ്, ഫെലിക്സ് തന്റെ ടാബ്ലറ്റ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആ പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി ഒന്നുകൂടി പരിശോധിച്ചു. ഭവാനിയമ്മയുടെ മരണം നടന്നത് ഏകദേശം രാത്രി 10 മണിക്കാണെന്നാണ് റിഗർ മോർട്ടിസ് വ്യക്തമാക്കുന്നത്. അവരുടെ വയറ്റിലെ ആഹാരം ഭാഗികമായി മാത്രമേ ദഹിച്ചിരുന്നുള്ളൂ. എന്നാൽ അന്ന് രാത്രി 12 മണിക്ക് ലോക്കൽ പോലീസ് അവിടെ എത്തുമ്പോൾ മഹസറിൽ ഒരു കാര്യം കൃത്യമായി എഴുതിയിട്ടുണ്ട്. അടുക്കളയിലെ അലുമിനിയം പാത്രത്തിലിരുന്ന ചോറിനും മീൻകറിക്കും നല്ല ചൂടുണ്ടായിരുന്നുവെന്ന്. രുദ്ര, 10 മണിക്ക് മരിച്ച ഒരു സ്ത്രീ 11:30 മണിക്ക് അടുക്കളയിൽ കയറി ചോറും കറിയും ചൂടാക്കി വെക്കുമോ? രുദ്രൻ പതുക്കെ കസേരയിൽ നിവർന്നിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൂടുതൽ തണുത്തുറഞ്ഞു. രുദ്രൻ ചിന്തിച്ചു, അതായത് ഭവാനിയമ്മ കൊലപ്പെട്ടത് രാത്രി 10 മണിക്കാണ്. കൊലപാതകത്തിന് ശേഷം ആരോ ആ വീട്ടിൽ വന്ന് ആഹാരം ചൂടാക്കി വെച്ചിരിക്കുന്നു. അതും ഒരു ഇടംകയ്യൻ.
ലോക്കൽ പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പാണിത് സംഭവിച്ചത്. വിവേക് അവിടെ എത്തിയത് രാത്രി 12 മണിക്ക് പോലീസ് വന്ന അതേ സമയത്താണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വിവേകിനെ കുടുക്കാൻ വേണ്ടി ആ രാത്രിയിൽ മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ടായിരുന്നു. വളരെ കൃത്യമായ ഒരു തിരക്കഥയിലൂടെയാണ് വിവേകിനെ പ്രതിയാക്കിയത്. സാർ, അപ്പോൾ വിവേക് നിരപരാധിയാണോ? കുഞ്ഞുമോന്റെ ശബ്ദത്തിൽ ഭയം നിഴലിച്ചു. സാർ, സ്വന്തം അമ്മയെ കൊന്ന കേസിൽ ഒരു മനുഷ്യൻ 3 വർഷമായി ജയിലിൽ കിടക്കുകയാണ്. അത് പോലീസിന്റെ വലിയൊരു തെറ്റായിരിക്കില്ലേ? തെറ്റല്ല കുഞ്ഞുമോനെ, അതൊരു വലിയ കെണിയായിരുന്നു. രുദ്രൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ലോക്കൽ പോലീസിന് ആ സമയത്ത് വിവേകിനെ പ്രതിയാക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം അവൻ കടബാധ്യതകൾ കാരണം അമ്മയുമായി വഴക്കിടാറുണ്ടായിരുന്നു എന്ന് അയൽക്കാർ മൊഴി നൽകി. അവന്റെ നഖങ്ങളിൽ പോറലുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. വിവേക് തന്റെ അമ്മയെ മരിച്ച നിലയിൽ കണ്ട് പരിഭ്രാന്തിയിൽ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായ പോറലുകളാകാമത്. അല്ലെങ്കിൽ അവൻ തന്നെ ആ ഷോക്കിൽ സ്വന്തം മുഖത്തും കൈകളിലും മാന്തി പൊളിച്ചതാകാം. ലോക്കൽ പോലീസ് അതെല്ലാം വിവേകിന്റെ മൽപ്പിടുത്തത്തിന്റെ ലക്ഷണമായി വ്യാഖ്യാനിച്ചു. ഫെലിക്സ് തന്റെ കണ്ണട തുടച്ചുകൊണ്ട് ടാബ്ലറ്റിലെ വിരലടയാള അനാലിസിസ് റിപ്പോർട്ടിലേക്ക് വിരൽ ചൂണ്ടി. രുദ്ര, ഈ ഫോട്ടോയിൽ കാണുന്ന ഗ്രീസ് പാട് കേവലം വിയർപ്പിന്റെയോ എണ്ണയുടെയോ മാത്രമല്ല. അതിൽ കറുത്ത തരികളുള്ള ഒരുതരം ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കന്റിന്റെ അംശങ്ങൾ കാണാം. സാധാരണ വീടുകളിലെ അടുക്കളയിൽ അങ്ങനെയൊരു ലൂബ്രിക്കന്റ് കാണാൻ വഴിയില്ല. അതൊരു വർക്ക്ഷോപ്പിലോ ഷിപ്പ്യാർഡിലോ ജോലി ചെയ്യുന്ന ഒരാളുടേതാകാം. ഒരിടങ്കയ്യനായ കൊലപാതകി. അവൻ കൊലപാതകത്തിന് ശേഷം വളരെ ശാന്തനായി അടുക്കളയിൽ കയറി ആഹാരം ചൂടാക്കി സമയം ഡിസ്റ്റോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അശ്രദ്ധ കൊണ്ട് അവൻ ആ നോബിൽ പിടിച്ചു തിരിച്ചു. അതവിടെ ഒരു വലിയ തുമ്പായി അവശേഷിച്ചു. രുദ്രൻ മേശപ്പുറത്തുണ്ടായിരുന്ന കാപ്പിക്കപ്പ് സിങ്കിലേക്ക് മാറ്റിവെച്ചു. നമുക്ക് കൂടുതൽ സമയമില്ല. രുദ്രൻ തന്റെ കട്ടിമീശയൊന്ന് തടവി. 3 വർഷമായി ഒരു നിരപരാധി ജയിലിൽ കിടക്കുകയാണെങ്കിൽ അത് ഈ സിസ്റ്റത്തിന്റെ വലിയ ഒരു പരാജയമാണ്. അന്ന് കേസന്വേഷിച്ച ഡിവൈഎസ്പി ചന്ദ്രദാസിനെ എനിക്ക് വിളിക്കണം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് വിവേകിനെ നേരിട്ട് കാണണം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് വണ്ടി റെഡിയാക്കുക കുഞ്ഞുമോനെ. സാർ, ഈ ബ്രൗൺ കവർ ആരായിരിക്കും അയച്ചിട്ടുണ്ടാവുക? കുഞ്ഞുമോൻ ചോദിച്ചു. 3 വർഷം വിവേക് ജയിലിൽ കിടന്നപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ ഇപ്പോൾ എന്തിനാണ് ഈ തെളിവയക്കുന്നത്? അവൻ നമ്മളെ സഹായിക്കാൻ ചെയ്തതല്ല കുഞ്ഞുമോനെ. ഈ കേസ് വീണ്ടും തുറക്കുന്നത് മറ്റാരെയോ പേടിപ്പെടുത്താനാണ്. പുറത്തു നിൽക്കുന്ന യഥാർത്ഥ പ്രതിക്ക് ആരോ നൽകിയ ഒരു മുന്നറിയിപ്പാണിത്. നമ്മൾ ആ മുന്നറിയിപ്പിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിനിനെ കണ്ടെത്തണം. പുറത്ത് മഴയുടെ ശബ്ദം വീണ്ടും ശക്തമായി. രുദ്രൻ ജീപ്പിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ആ 3 വർഷം പഴക്കമുള്ള ഫയലിലെ സത്യത്തിന്റെ വേരുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു. ഒരു നിരപരാധിയെ ജയിലിൽ നിന്ന് രക്ഷിക്കുക എന്നതിലുപരി സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ആ യഥാർത്ഥ കൊലപാതകിയെ കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. യാത്ര തുടങ്ങുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ആ യാത്ര അവസാനിക്കാൻ പോകുന്നത് തികച്ചും മറ്റൊരു വലിയ ചതിയുടെ മുന്നിലായിരിക്കുമെന്ന് രുദ്രൻ നായർ പോലും ആ നിമിഷത്തിൽ അറിഞ്ഞിരുന്നില്ല. രുദ്രൻ നായർ ജയിലിന്റെ പ്രധാന ഗേറ്റിലേക്ക് നടന്നു. ഒപ്പം കയ്യിലൊരു ബ്രൗൺ ഫയലുമായി കുഞ്ഞുമോനുമുണ്ടായിരുന്നു. പൂജപ്പുര ജയിലിന്റെ പഴക്കം ചെന്ന ചുവന്ന ചുവരുകളിൽ കാറ്റും മഴയും വരുത്തിയ കേടുപാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. വർഷങ്ങളുടെ തടവറ ചരിത്രവും മനുഷ്യരുടെ കണ്ണീരും പേറുന്ന ആ വലിയ ചുവരുകൾക്ക് മുന്നിൽ വെച്ച് സെക്യൂരിറ്റി ഓഫീസർ അവരുടെ ID കാർഡുകൾ പരിശോധിച്ച് രജിസ്റ്ററിൽ ഒപ്പിടുവിച്ചു. സർ, ഈ ജയിലിലെ അന്തരീക്ഷം തന്നെ മനുഷ്യന്റെ പകുതി ജീവൻ കളയും. ഇവിടെ 3 വർഷമായി ഒരു നിരപരാധി കിടക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് നെഞ്ചിടിപ്പ് കൂടുകയാണ്. വിവേക് സത്യത്തിൽ നമ്മളോട് സഹകരിക്കുമോ സർ? അവനിപ്പോൾ ആരോടും സംസാരിക്കാത്ത അവസ്ഥയിലാണെന്നാണ് ജയിൽ സൂപ്രണ്ട് പറഞ്ഞത്. കുഞ്ഞുമോൻ ചുറ്റും നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു. ഭയമല്ല കുഞ്ഞുമോനെ നമ്മളെ നയിക്കേണ്ടത്, നിരീക്ഷണമാണ്. രുദ്രൻ തന്റെ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. ഒരു മനുഷ്യൻ ജീവച്ഛവമായി മാറുന്നത് 2 സാഹചര്യങ്ങളിലാണ്. ഒന്നുകിൽ അയാൾ ചെയ്ത വലിയ പാപബോധം അയാളെ ഉള്ളിൽ നിന്ന് തിന്നു തീർക്കുമ്പോൾ, അല്ലെങ്കിൽ താൻ ചെയ്യാത്ത തെറ്റിനെ ലോകം മുഴുവൻ തന്നെ കുറ്റപ്പെടുത്തിയെന്ന് തിരിച്ചറിഞ്ഞ് പ്രത്യാശകളെല്ലാം പൂർണ്ണമായി നശിക്കുമ്പോൾ. വിവേകിന്റെ കാര്യത്തിൽ അത് രണ്ടാമത്തേതാണെങ്കിൽ അവന്റെ ഉള്ളിൽ കനലുകൾ ബാക്കിയുണ്ടാകും. നമ്മൾ ആ കനലുകളിലേക്ക് വായു പകരണം. അവൻ സംസാരിക്കും. അവർ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് കടന്നു. ജയിൽ സൂപ്രണ്ട് അവരെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. രുദ്രന്റെ അന്വേഷണ വൈഭവത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. എനിക്ക് വിവേകിനെ കാണണം, പ്രത്യേകമായ ഒരു മുറിയിൽ. മറ്റു തടവുകാരോ വാർഡന്മാരോ ഞങ്ങളുടെ സംഭാഷണം കേൾക്കരുത്. ഔദ്യോഗികമായി ഇതൊരു സാധാരണ ജയിൽ സന്ദർശനം മാത്രമാണ്.
റെക്കോർഡുകളിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. രുദ്രൻ തന്റെ ഉദ്ദേശം വ്യക്തമാക്കി. തീർച്ചയായും രുദ്രൻ സാർ. നമ്പർ 2748 വിവേകിനെ ഇന്റർവ്യൂ റൂമിലേക്ക് കൊണ്ടുവരൂ. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുക. അവർ ഇരുണ്ട ഇടനാഴികളിലൂടെ നടന്നു. ഇരുവശത്തും ഇരുമ്പ് കമ്പികൾക്ക് പിന്നിൽ നിൽക്കുന്ന തടവുകാരുടെ കണ്ണുകളിൽ നിസ്സംഗതയും കൗതുകവും ഒരുപോലെ മിന്നിമറിഞ്ഞു. ചിലരുടെ ചുണ്ടുകളിൽ അർത്ഥശൂന്യമായ പുഞ്ചിരിയുണ്ടായിരുന്നു. ഒടുവിൽ അവർ ഇന്റർവ്യൂ റൂമിലെത്തി. ഒരു പഴയ മരമേശയും 3 കസേരകളും മാത്രമുള്ള ഒരു ചെറിയ മുറി. വെളിച്ചമായി ചുവരിൽ ഉയരത്തിൽ ചെറിയൊരു ജനൽ മാത്രം. വിവേക് മുറിയിലേക്ക് കടന്നുവന്നു. രുദ്രൻ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. 3 വർഷം മുമ്പത്തെ ഫോട്ടോയിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനല്ല ഇന്നവൻ. കവിളുകളൊട്ടി, കൺതടങ്ങൾ കറുത്തിരുണ്ടിരിക്കുന്നു. തലമുടി നരച്ചു തുടങ്ങിയിരിക്കുന്നു. അവന്റെ ചുമലുകൾ കുനിഞ്ഞിരുന്നു. അവന്റെ കണ്ണുകളിൽ ഭയമോ കോപമോ ഇല്ലായിരുന്നു. പകരം കനത്ത ശൂന്യത മാത്രം. ഒരു വാർഡൻ അവന്റെ കൈവലങ്ങുകൾ അഴിച്ചുമാറ്റി. വാർഡ് പുറത്തുപോയി വാതിലടച്ചു. "ഇരിക്കൂ വിവേക്," രുദ്രൻ ശാന്തമായി പറഞ്ഞു. വിവേക് പതുക്കെ കസേരയിലിരുന്നു. അവൻ മേശപ്പുറത്തേക്ക് നോക്കിയില്ല, തറയിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവന്റെ കൈകൾ മേശയ്ക്ക് താഴെ പരസ്പരം കോർത്തുപിടിച്ചിരിക്കുകയായിരുന്നു. "ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ രുദ്രൻ നായർ. ഇത് എൻ്റെ അസിസ്റ്റന്റ് കുഞ്ഞുമോൻ. ഞങ്ങൾ ഭവാനിയമ്മ കൊലക്കേസ് വീണ്ടും അന്വേഷിക്കുകയാണ്." രുദ്രൻ പറയുന്നത് കേട്ടിട്ടും വിവേകിന്റെ മുഖത്ത് യാതൊരു ചലനവുമില്ലായിരുന്നു. അവനൊന്ന് ശ്വാസം പോലും മാറ്റിവലിച്ചില്ല. "വിവേക്, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിന്റെ അമ്മയുടെ കേസ് ഞങ്ങൾ പുനരന്വേഷിക്കുകയാണ്. നിനക്കെന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ?" കുഞ്ഞുമോൻ ചോദിച്ചു. പതിയെ, വളരെ പതുക്കെ വിവേക് തന്റെ തലയുയർത്തി. അവന്റെ കണ്ണുകളിൽ ജീവനില്ലായിരുന്നു. "എന്തിന്?" വിവേകിന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ വളരെ നേർത്തതായിരുന്നു. "ഇനി എന്തിനാണ് അന്വേഷിക്കുന്നത്? കോടതി എന്നെ കൊലയാളിയായി വിധിച്ചു. ഞാനിവിടെ കിടക്കുന്നു. എന്റെ അമ്മ മരിച്ചു. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു. ഇനി എന്ത് പുനരന്വേഷണം നടത്തിയാലും എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം ആരെങ്കിലും തിരികെ തരുമോ സാർ? നിനക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരികെ നൽകാൻ എനിക്ക് കഴിയില്ല വിവേക്." രുദ്രൻ തന്റെ കസേര മുന്നോട്ട് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. "പക്ഷേ നിന്റെ നെറ്റിയിലുള്ള ആ കൊലയാളി എന്ന മുദ്ര മായ്ച്ചു കളയാൻ എനിക്ക് കഴിയും. സ്വന്തം അമ്മയെ കൊന്നവൻ എന്ന ശാപം പേറി നിനക്കീ ജീവിതം മുഴുവൻ തീർക്കണമെന്നുണ്ടോ? നിയമം തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അത് തിരുത്തേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നീ നിരപരാധിയാണെങ്കിൽ ആ സത്യം പുറത്തുവരണം." വിവേക് ഒരു തണുത്ത ചിരി ചിരിച്ചു. "സത്യമോ? ഇവിടെ ആർക്കാണ് സാർ സത്യം അറിയേണ്ടത്? അന്നെന്നെ അറസ്റ്റ് ചെയ്ത ലോക്കൽ പോലീസിനോ അതോ എന്റെ ഭാഗം കേൾക്കാതെ എന്നെ ക്രൂശിച്ച മാധ്യമങ്ങൾക്കോ? എല്ലാവർക്കും ഒരു പ്രതിയെ വേണമായിരുന്നു. എന്റെ കയ്യിലെ കടങ്ങൾ കാരണം ഞാൻ അമ്മയുമായി വഴക്കിട്ടു. കൊലപാതകം നടന്ന രാത്രിയിൽ ഞാൻ അമ്മയോട് കാശ് ചോദിച്ചിരുന്നു. അമ്മ തന്നില്ല. ഞാൻ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. പക്ഷേ ഞാൻ എന്റെ അമ്മയെ കൊന്നില്ല സാർ. ഞാൻ തിരികെ വരുമ്പോൾ അമ്മ ഹാളിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ആ ഷോക്കിൽ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്റെ നഖങ്ങൾ എന്റെ ശരീരത്തിൽ തന്നെയാണ് പോറിയത്. പക്ഷെ പോലീസ് അത് അമ്മയുമായുള്ള ഗുസ്തിയുടെ ലക്ഷണമാക്കി മാറ്റി." രുദ്രൻ മേശപ്പുറത്തിരുന്ന ഒരു കുപ്പി വെള്ളം പതുക്കെ വിവേകിന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. "കുടിക്കൂ വിവേക്, തൊണ്ട വരണ്ടിരിക്കുന്നു." രുദ്രന്റെ കണ്ണുകൾ വിവേകിന്റെ കൈകളിലായിരുന്നു. വിവേക് തന്റെ വലത് കൈകൊണ്ടാണ് കുപ്പിയെടുത്തത്. അവൻ വെള്ളം കുടിച്ച ശേഷം കുപ്പി തിരികെ വെച്ചതും വലത് കൈ ഉപയോഗിച്ചാണ്. രുദ്രൻ മേശപ്പുറത്തേക്ക് തന്റെ ഡയറി എടുത്തുവെച്ചു. ഒരു പേനയും വിവേകിനു മുന്നിലേക്ക് നൽകി. "വിവേക്, എനിക്ക് നിന്റെ ഒരു ഒപ്പ് വേണം. അന്ന് കോടതിയിൽ നൽകിയ അതേ ഒപ്പ് ഈ പേജിലൊന്നിടാമോ?" വിവേക് യാന്ത്രികമായി പേനയെടുത്തു. അവൻ പേന പിടിച്ചത് തന്റെ വലത് കൈയിലാണ്. വളരെ സ്വാഭാവികമായി, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവൻ തന്റെ വലത് കൈകൊണ്ട് ഡയറിയിൽ ഒപ്പിട്ടു. രുദ്രൻ ആ ഒപ്പിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അവൻ പൂർണ്ണമായും വലങ്കയ്യനാണ് എന്നതിന് ഇതിലും വലിയൊരു തെളിവ് നേരിട്ട് കാണാനില്ല. "വിവേക്, നിന്റെ ഭാര്യ അഞ്ജലിയുടെ ഒരു സഹോദരനുണ്ടല്ലോ, അശോകൻ. അവനെക്കുറിച്ച് നിനക്ക് എന്തറിയാം?" രുദ്രൻ പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. അശോകൻ എന്ന പേര് കേട്ടപ്പോൾ വിവേകിന്റെ കണ്ണുകളിൽ ആദ്യമായി ഒരു നേർത്ത ചലനമുണ്ടായി. ഭയത്തിന്റെയോ വെറുപ്പിന്റെയോ ഒരു മിന്നലാട്ടം. "അശോകൻ?" വിവേക് ഓർത്തെടുത്തു. "അവൻ അഞ്ജലിയുടെ അമ്മാവന്റെ മകനാണ്. എപ്പോഴും അഞ്ജലിയുടെ കൂടെ കാണാറുണ്ടായിരുന്നു. അവനൊരു മെക്കാനിക്കാണ്. കൊച്ചിയിലെ ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. അഞ്ജലി എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അവൻ വഴിയാണ്. അവൻ ഇടങ്കയ്യനാണോ വിവേക്?" രുദ്രൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. വിവേക് അല്പം ആലോചിച്ചു. "അതെ, അതെ സാർ. അവൻ എഴുതുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം ഇടത് കൈ കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അവനെ കളിയാക്കാറുണ്ടായിരുന്നു."
പക്ഷേ അവന് ഭയങ്കര ദേഷ്യക്കാരനാണ്, ആരോടും വഴക്കിടുന്ന സ്വഭാവം. സാർ, എന്തിനാണിപ്പോൾ അശോകനെക്കുറിച്ച് ചോദിക്കുന്നത്? അവന് അമ്മയുടെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? രുദ്രൻ തൻ്റെ ഫയലിൽ നിന്ന് അന്നു രാവിലെ ലഭിച്ച ആ അടുക്കളയുടെ ഫോട്ടോ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഈ ഫോട്ടോയിലേക്ക് നോക്കൂ വിവേക്, ഇത് നിന്റെ വീടായ ഭവാനി നിവാസിലെ അടുക്കളയാണ്. കൊലപാതകം നടന്ന രാത്രിയിൽ എടുത്തത്. വിവേക് ഫോട്ടോയിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഓർമ്മകൾ ഇരച്ചു കയറി. അതെ, ഇത് ഞങ്ങളുടെ അടുക്കളയാണ്. ആ ഗ്യാസ് സ്റ്റവിന് മുകളിലിരിക്കുന്ന അലൂമിനിയം പാത്രത്തിൽ ചോറായിരുന്നു. അന്ന് രാത്രി നീ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിരുന്നോ? അമ്മ എനിക്ക് ഭക്ഷണം എടുത്തു തരുന്നതിന് മുൻപാണ് ഞാൻ വഴക്കിട്ടിറങ്ങിയത്. ഞാൻ പോകുമ്പോൾ അടുക്കളയിലൊന്നും തിളയ്ക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റൗ ഓഫായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്ന നോബ് നോക്കൂ, അതൊരിടങ്കയ്യൻ തിരിച്ച് ഓഫ് ചെയ്തതാണ്. ആ നോബിൽ കറുത്ത ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻറ്റിൻ്റെ ഗ്രീസ് പാടുണ്ടായിരുന്നു. നീയൊരു വർക്ക്ഷോപ്പിലും ജോലി ചെയ്തിട്ടില്ല. നിന്റെ കൈകളിൽ അങ്ങനെയൊരു ഗ്രീസ് ഉണ്ടാവാനും വഴിയില്ല. മാത്രമല്ല, അന്ന് രാത്രി നീ പോയതിനു ശേഷം ആരോ ആ വീട്ടിൽ വന്ന ആഹാരം ചൂടാക്കി വെച്ചിരിക്കുന്നു. നിന്നെ കൊലപാതകിയാക്കാൻ വേണ്ടി ആരോ നടത്തിയ കൃത്യമായ പ്ലാൻ. ഒരിടങ്കയ്യനായ മനുഷ്യനാണിത് ചെയ്തത്. വിവേകിന്റെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. അവന്റെ വിറയ്ക്കുന്ന കൈകൾ മേശപ്പുറത്തമർന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ മേശപ്പുറത്തേക്ക് വീണു. ദൈവമേ, ഞാൻ വിചാരിച്ചു എന്റെ വിധി ഇതാണെന്ന്. അഞ്ജലി, അവളെന്നെ എത്ര വേഗത്തിലാണ് ഉപേക്ഷിച്ചു പോയത്. കേസ് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ വിവാഹമോചനം നേടി. അശോകൻ, അവനും അവളും എപ്പോഴും എന്തൊക്കെയോ രഹസ്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. സാർ, അവർ എന്നെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു അല്ലേ? വിവേക്, അഞ്ജലിയും സുരേഷും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? സുരേഷ് നിന്റെ ബിസിനസ് പാർട്ണറായിരുന്നല്ലോ, കുഞ്ഞുമോൻ ചോദിച്ചു. സുരേഷ്? വിവേകിന്റെ മുഖത്ത് വെറുപ്പ് പടർന്നു. അവനെന്റെ സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു ഫിനാൻസ് കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. അതിനായി ഞാൻ അമ്മയോട് വീടും പറമ്പും പണയം വെക്കാൻ ആവശ്യപ്പെട്ടു. അമ്മ അതിന് തയ്യാറായില്ല. ആ തർക്കമാണ് പിന്നീട് വലിയ വഴക്കായി മാറിയത്. സുരേഷ് എന്നെ എപ്പോഴും പ്രകോപിപ്പിക്കുമായിരുന്നു. അമ്മ തരില്ലെങ്കിൽ തട്ടിപ്പറിക്കണമെന്നവൻ പറയുമായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ അഞ്ജലിയും സുരേഷും തമ്മിൽ ഞാൻ അറിയാത്ത പല സാമ്പത്തിക ഇടപാടുകളുമുണ്ടായിരുന്നു. അമ്മ മരിച്ചാൽ ഈ വീടും സ്വത്തും എനിക്ക് ലഭിക്കുമെന്നും ഞാൻ ജയിലിലായാൽ അത് മുഴുവൻ അഞ്ജലിക്ക് ലഭിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. രുദ്രൻ പതുക്കെ എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവം കൂടിയിരുന്നു. വിവേക്, നീ നൽകിയ ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അശോകന്റെ അന്നത്തെ ലൊക്കേഷൻ കണ്ടെത്തണം. അവൻ അന്ന് രാത്രി എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കണം. നീ ഒന്നിനും ഭയപ്പെടണ്ട. സത്യം എത്ര മൂടിവെച്ചാലും അത് പുറത്തുവരും. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. വിവേക് രുദ്രന്റെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചു. അവന്റെ കണ്ണുകളിൽ പ്രത്യാശയുടെ ഒരു ചെറിയ വെളിച്ചം കണ്ടു തുടങ്ങിയിരുന്നു. സാർ, എന്നെ രക്ഷിക്കണം. ഞാൻ എന്റെ അമ്മയെ കൊന്നിട്ടില്ല സാർ. എന്നെ ഈ നരകത്തിൽ നിന്ന് പുറത്തെത്തിക്കണം. ഞാൻ നോക്കാം വിവേക്. നീ ധൈര്യമായിരിക്കൂ. രുദ്രൻ അവന്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. രുദ്രനും കുഞ്ഞുമോനും ഇന്റർവ്യൂ റൂമിൽ നിന്നിറങ്ങി ജയിലിന് പുറത്തേക്ക് നടന്നു. പൂജപ്പുര ജയിലിന് പുറത്ത് വെയിൽ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. മഴ പൂർണ്ണമായും മാറിയിരിക്കുന്നു. എന്നാൽ രുദ്രന്റെ മനസ്സിലെ കാർമേഘങ്ങൾ കൂടുതൽ കനക്കുകയായിരുന്നു. സാർ, അപ്പോൾ അശോകനാണ് കൊലയാളിയല്ലേ? അവൻ ഇടങ്കയ്യനാണ്. വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. അഞ്ജലിയുടെ ആളുമാണ്. എല്ലാം കൃത്യമായി യോജിക്കുന്നുണ്ട്. അത്ര എളുപ്പമല്ല കുഞ്ഞുമോനെ, രുദ്രൻ ജീപ്പിലേക്ക് കയറിക്കൊണ്ടു പറഞ്ഞു. ഒരു കുറ്റാന്വേഷണത്തിൽ എല്ലാം വളരെ പെട്ടെന്ന് ഒത്തുപോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം യഥാർത്ഥ പ്രതി നമ്മളെ വഴിതിരിച്ചുവിടാൻ മറ്റൊരു കെണിയൊരുക്കിയിരിക്കുന്നു എന്നാണ്. അശോകൻ ഇടങ്കയ്യനാണ് എന്നത് ശരിയാണ്. അവനൊരു മെക്കാനിക്കാണ് എന്നതും ശരിയാണ്. പക്ഷേ അവൻ തന്നെയാണോ അന്ന് രാത്രി ആ ഗ്യാസ് സ്റ്റവ് തിരിച്ച് ഓഫ് ചെയ്തത്? അതോ അശോകൻ എന്ന ഒരു റെഡ് ഹെറിങ്ങിനെ കാണിച്ച് യഥാർത്ഥ പ്രതി പിന്നിൽ ഒളിച്ചിരിക്കുകയാണോ? നമുക്കാദ്യം അശോകനെ കണ്ടെത്തണം. അവനിപ്പോൾ എവിടെയാണെന്ന് അന്വേഷിക്ക്. ശരി സാർ, ഞാൻ കൊച്ചിയിലെ അശോകന്റെ പഴയ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു നോക്കാം. അവനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുമായിരിക്കും. കുഞ്ഞുമോൻ തന്റെ മൊബൈൽ ഫോൺ എടുത്തു. രുദ്രന്റെ മനസ്സ് 10 വർഷം മുൻപ് നടന്ന മറ്റൊരു മരണത്തിലേക്ക് പോകുകയായിരുന്നു. വിവേകിന്റെ ആദ്യ ഭാര്യ രമ്യയുടെ ആത്മഹത്യ. ഭവാനിയമ്മ വധക്കേസിന് 10 വർഷം മുൻപുള്ള ആ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കനത്ത മഴയിൽ കുതിർന്ന റോഡിലൂടെ പോലീസ് ജീപ്പ് പതുക്കെ മുന്നോട്ടെടുത്തു. കളമശ്ശേരിയിലെ ഒരു ചെറിയ റോഡിന്റെ അറ്റത്താണ് ആ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. റോയൽ മോട്ടോർ ഗാരേജ്. വലിയ ലോറികളും ടിപ്പറുകളും പൊളിച്ചിട്ടിരിക്കുന്ന കരിയോയിൽ വീണ് കറുത്തുപോയ ആ മുറ്റത്തേക്ക് അവർ വണ്ടി നിർത്തി. സാർ, ഇതാണ് അശോകൻ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പ്. ലോക്കൽ സ്റ്റേഷൻ വഴിയാണ് ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. അവൻ കഴിഞ്ഞ 4-5 വർഷമായി ഇവിടെ മെക്കാനിക്കായി ജോലി ചെയ്യുന്നുണ്ട്. അശോകൻ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. കുഞ്ഞുമോൻ ജീപ്പിന്റെ താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ട് പറഞ്ഞു. കുഞ്ഞുമോനെ, നീ നിന്റെ ആവേശമൊന്ന് കുറയ്ക്ക്. രുദ്രൻ ജീപ്പിൽ നിന്നിറങ്ങി തന്റെ കറുത്ത കുട നിവർത്തി. നമ്മളിവിടെ വന്നത് അവനെ അറസ്റ്റ് ചെയ്യാനല്ല, അവനെ നിരീക്ഷിക്കാനാണ്.
മെക്കാനിക്കുകൾക്ക് അവരുടെ വിരലുകളിലും കൈകളിലും ഒപ്പമുള്ള ആ ഗ്രീസ് അവരുടെ അടയാളമാണ്. അന്ന് രാത്രി ഭവാനി നിവാസിലെ അടുക്കളയിൽ പതിഞ്ഞത് അശോകന്റേത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അവർ വർക്ക്ഷോപ്പിന്റെ ഉള്ളിലേക്ക് നടന്നു. ഒരു വശത്ത് വലിയൊരു ടിപ്പർ ലോറിയുടെ അടിയിൽ കിടന്ന് വെൽഡിംഗ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വെൽഡിംഗിന്റെ നീല വെളിച്ചം വായുവിൽ തിളങ്ങി നിന്നു. അരികിൽ നിന്നിരുന്ന പ്രായം ചെന്ന വർക്ക്ഷോപ്പ് ഫോർമാൻ പോലീസുകാരെ കണ്ട് പതുക്കെ അങ്ങോട്ട് വന്നു. എന്താ സാറേ, എന്തെങ്കിലും അന്വേഷിച്ചു വന്നതാണോ? ഫോർമാൻ തന്റെ കൈയിലെ കറുത്ത തുണി കൊണ്ട് കൈ തുടച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൽ നിന്നാണ്. ഇവിടെ അശോകൻ എന്ന് പറയുന്നൊരു മെക്കാനിക് ജോലി ചെയ്യുന്നുണ്ടോ? അഞ്ജലിയുടെ സഹോദരൻ കുഞ്ഞുമോൻ ഗൗരവത്തിൽ ചോദിച്ചു. അശോകനോ? ആ, അവനവിടെ ആ വണ്ടിയുടെ അടിയിലുണ്ട്. അശോക, ഒന്നിറങ്ങി വന്നേ, പോലീസുകാർ വന്നിട്ടുണ്ട്. ഫോർമാൻ ലോറിയുടെ അടിയിലേക്ക് നോക്കി വിളിച്ചു. മുഷിഞ്ഞ കറുത്ത ബോയിലർ സ്യൂട്ട് ധരിച്ച അവന്റെ മുഖത്തും കൈകളിലും കരി ഓയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പോലീസുകാരെ കണ്ട അല്പം പരിഭ്രാന്തിയോടെ നോക്കി. രുദ്രൻ അവന്റെ കൈകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവന്റെ 2 കൈകളും കരി ഓയിൽ കൊണ്ട് കറുത്തിരുന്നു. അവൻ തന്റെ ഇടത് കൈകൊണ്ടാണ് അരികിലിരുന്ന റെഞ്ച് മേശപ്പുറത്ത് വെച്ചത്. എന്താ സാറേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അശോകന്റെ ശബ്ദത്തിൽ ഭയം പ്രകടമായിരുന്നു. പേടിക്കേണ്ട അശോക, ഞങ്ങൾ ചില വിവരങ്ങൾ ചോദിക്കാൻ വന്നതാണ്. രുദ്രൻ ശാന്തമായി അവന്റെ അടുത്തേക്ക് നടന്നു. നീ വിവേകിന്റെ ഭാര്യയായിരുന്ന അഞ്ജലിയുടെ സഹോദരനല്ലേ? നിനക്ക് വിവേകിനെ അറിയാമല്ലോ? അശോകൻ തലയാട്ടി. അറിയാം സാർ, എന്റെ അമ്മാവന്റെ മകളാണ് അഞ്ജലി. പക്ഷേ വിവേകുമായി ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ ബന്ധമില്ല. അവൻ ജയിലിലായതിനു ശേഷം അഞ്ജലി വിവാഹമോചനം നേടി. ഞങ്ങൾ ആ കുടുംബവുമായി പൂർണ്ണമായും ബന്ധം ഉപേക്ഷിച്ചതാണ്. ബന്ധം ഉപേക്ഷിച്ചതാണോ അതോ വിവേകിനെ കുടുക്കി ജയിലിലാക്കിയ ശേഷം നിങ്ങൾ രക്ഷപ്പെട്ടതാണോ? കുഞ്ഞുമോന്റെ ചോദ്യം അശോകനെ ഞെട്ടിച്ചു. എന്ത്, കുടുക്കിയെന്നോ? ഞാനോ? എനിക്കതിലൊരു പങ്കുമില്ല സാർ. ഞാനിവിടെ പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. അശോകൻ കൈകൾ വീശി നിഷേധിക്കാൻ ശ്രമിച്ചു. രുദ്രൻ തന്റെ ഫയലിൽ നിന്ന് ഭവാനി നിവാസിലെ അടുക്കളയുടെ ഫോട്ടോയും അതിലെ ഗ്യാസ് സ്റ്റൗവിലെ ഗ്രീസ് പാഡിന്റെ ഭാഗവും അശോകന് നേരെ നീട്ടി. അശോക, ഈ ഫോട്ടോയിലേക്ക് നോക്കൂ. ഇത് 3 വർഷം മുൻപ് വിവേകിന്റെ അമ്മ കൊല്ലപ്പെട്ട രാത്രിയിലെടുത്തതാണ്. ഈ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തത് ഒരിടങ്കയ്യനാണ്. അതിൽ കറുത്ത ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കന്റിന്റെ ഗ്രീസ് പാടുണ്ടായിരുന്നു. വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന അതേ ലൂബ്രിക്കന്റ്. നീയൊരിടങ്കയ്യനാണ്. കൊലപാതകം നടന്ന രാത്രിയിൽ നീ എവിടെയായിരുന്നു? അശോകൻ ഫോട്ടോയിലേക്ക് നോക്കി. അവന്റെ മുഖത്ത് പരിഭ്രാന്തി മാറി ഒരു തരം ആശ്വാസം തെളിഞ്ഞുവരുന്നത് രുദ്രൻ കണ്ടു. അശോകൻ പതുക്കെ തന്റെ ഇടത് കൈ മുന്നോട്ട് നീട്ടി. സാർ, ഞാൻ ഇടങ്കയ്യനാണെന്നത് ശരിയാണ്. ഞാൻ ഈ വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നതെന്നും ശരിയാണ്. പക്ഷേ 2023 ഏപ്രിൽ 12 രാത്രി ഞാൻ ഇവിടെയോ കൊച്ചിയിലോ ഉണ്ടായിരുന്നില്ല സാർ. ആ നുണ ഞങ്ങൾ വിശ്വസിക്കില്ല അശോക. നിന്റെ സഹോദരിക്ക് വേണ്ടി നീ ആ കൊലപാതകം നടത്തില്ലെന്ന് ഞങ്ങൾക്കെങ്ങനെ ഉറപ്പിക്കാം? കുഞ്ഞുമോൻ തടസ്സപ്പെടുത്തി. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ സാർ. അശോകൻ തന്റെ ബോയിലർ സ്യൂട്ടിന്റെ ഇടത്തെ കൈമുട്ടിലേക്ക് വിരൽ ചൂണ്ടി. 2023 ഏപ്രിൽ 15, അതായത് കൊലപാതകത്തിന് ഒരാഴ്ച മുൻപ് ഈ വർക്ക്ഷോപ്പിൽ വെച്ച് എനിക്ക് വലിയൊരു അപകടം പറ്റി. ആ ടിപ്പർ ലോറിയുടെ ടയർ മാറ്റുന്നതിനിടയിൽ ജാക്കി തെന്നി വീണ് എന്റെ ഇടത് കൈ ഒടിഞ്ഞു. എന്റെ എല്ലുകൾ ഒടിഞ്ഞു തകർന്നിരുന്നു സാർ. രുദ്രന്റെ കണ്ണുകൾ പെട്ടെന്ന് വികസിച്ചു. രുദ്രൻ ചിന്തിച്ചു, ഇടതുകൈ ഒടിഞ്ഞെന്നോ? അപകടം നടന്നത് കൊലപാതകത്തിന് ഒരാഴ്ച മുൻപോ? സാർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. ഏപ്രിൽ 5 മുതൽ ഏപ്രിൽ 18 വരെ ഞാനവിടെ ഓർത്തോപീഡിക് വാർഡിൽ കിടക്കുകയായിരുന്നു. എന്റെ ഇടതുകൈ മുഴുവനായി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു സാർ. എനിക്കൊരു വിരൽ പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ പ്ലാസ്റ്റർ ഇട്ട കൈകൊണ്ട് ഞാൻ എങ്ങനെയാണ് കൊച്ചിയിൽ പോയി ഭവാനിയമ്മയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുന്നത്? ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആശുപത്രിയിലെ റെക്കോർഡുകൾ പരിശോധിക്കാം. എന്റെ ബെഡ് നമ്പർ 14 സാർ. അശോകൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഫോർമാൻ അങ്ങോട്ട് കടന്നുവന്നു. അവൻ പറയുന്നത് സത്യമാണ് സാറേ. അന്ന് അവന്റെ കൈ ഒടിഞ്ഞപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഞാനാണ്. ആശുപത്രി ബില്ലുകളും രജിസ്റ്ററിൽ ഒപ്പിട്ട ലീവ് വിവരങ്ങളും ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അശോകൻ അന്ന് ജോലി ചെയ്യാൻ പോയിട്ട് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവന്റെ വലങ്കൈ കൊണ്ട് അവനൊന്നും ചെയ്യാൻ പഠിച്ചിരുന്നില്ല. രുദ്രൻ ഫോർമാൻ നൽകിയ പഴയ രജിസ്റ്റർ വാങ്ങി പരിശോധിച്ചു. 2023 ഏപ്രിൽ 5 മുതൽ ഏപ്രിൽ 25 വരെയുള്ള ദിവസങ്ങളിൽ അശോകൻ ലീവിലായിരുന്നു എന്നതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒപ്പം മെഡിക്കൽ കോളേജിന്റെ ഡിസ്ചാർജ് സമ്മറിയുടെ ഒരു കോപ്പിയും അതിൽ അറ്റാച്ച് ചെയ്തിരുന്നു. കുഞ്ഞുമോൻ രജിസ്റ്ററിലേക്ക് നോക്കി നിശബ്ദനായി. അവൻ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. സാർ, അപ്പോൾ അശോകന്റെ ആലിബൈ ഇരുമ്പുപോലെ ഉറപ്പുള്ളതാണല്ലോ. ഒരിടതുകൈ പ്ലാസ്റ്ററിലായിരുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു കൊലപാതകം നടത്താനോ ഗ്യാസ് സ്റ്റൗ തിരിക്കാനോ കഴിയില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ ഇടങ്കയ്യൻ തിയറി തെറ്റിയോ സാർ? തിയറി തെറ്റിയിട്ടില്ല കുഞ്ഞുമോനെ. നമ്മുടെ സംശയിക്കപ്പെടുന്നയാൾ മാറിയിരിക്കുന്നു. രുദ്രൻ ഡയറി അടച്ചുകൊണ്ട് പറഞ്ഞു. അശോകൻ നിരപരാധിയാണ്. അവന്റെ കൈ ഒടിഞ്ഞത് യഥാർത്ഥത്തിൽ നമുക്ക് വഴിത്തിരിവാകുകയാണ്. അശോക, നീ ആശുപത്രിയിൽ കിടന്നപ്പോൾ അഞ്ജലി നിന്നെ കാണാൻ വന്നിരുന്നോ?
വന്നിരുന്നു സാർ. 10-നും 11-നും അവൾ വന്നിരുന്നു. പക്ഷെ 12-ാം തീയതി അവൾ വന്നതേയില്ല. അന്ന് രാത്രിയാണ് അവളുടെ അമ്മായിയമ്മ മരിച്ചതെന്ന് പിറ്റേന്നാണ് ഞാൻ അറിഞ്ഞത്, അശോകൻ പറഞ്ഞു. അഞ്ജലിയുടെ കൂടെ അന്ന് വേറെ ആരാണ് വന്നിരുന്നത്? സുരേഷ് ഉണ്ടായിരുന്നോ? സുരേഷ് വന്നിരുന്നു സാർ. പക്ഷെ വേറൊരാളും വന്നിരുന്നു. അഞ്ജലിയുടെ അമ്മാവന്റെ മകൻ എന്ന് പറഞ്ഞ് അവൾ പരിചയപ്പെടുത്തിയ വിനോദ്. വിനോദേട്ടൻ കളമശ്ശേരിയിൽ ഒരു ചെറിയ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. കാവേരി എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. അഞ്ജലിയെ ഒരുപാട് സഹായിക്കാറുണ്ട്. വിനോദ്. ആ പേര് കേട്ടപ്പോൾ രുദ്രന്റെ മനസ്സിൽ പുതിയൊരു കനൽ മിന്നിമറഞ്ഞു. രുദ്രൻ കുഞ്ഞുമോന് നേരെ തിരിഞ്ഞു. കൊലയാളി ഇടങ്കയ്യനാണ് എന്ന നമ്മുടെ നിഗമനം ശരിയാണ്. പക്ഷേ അത് അശോകനല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രീസ് വിനോദിന്റെ വർക്ക്ഷോപ്പിലേതാണോ എന്ന് പരിശോധിക്കണം. വിനോദ് ഇടങ്കയ്യനാണോ എന്ന് നമുക്ക് അന്വേഷിക്കണം. പക്ഷേ സാർ, ഈ വിനോദ് എന്ന് പറയുന്നയാൾ വിവേകിന്റെ ആദ്യ ഭാര്യ രമ്യയുടെ സഹോദരനല്ലേ? അങ്ങനെയെങ്കിൽ വിനോദ് എന്തിനാണ് അഞ്ജലിയെ സഹായിക്കുന്നത്? വിവേകിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് അഞ്ജലി. ആദ്യ ഭാര്യയുടെ സഹോദരൻ രണ്ടാമത്തെ ഭാര്യയുമായി കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ? കുഞ്ഞുമോൻ തന്റെ സംശയം പ്രകടിപ്പിച്ചു. അവിടെയാണ് ഈ കേസിലെ ഏറ്റവും വലിയ ഗൂഢാലോചന ഒളിഞ്ഞിരിക്കുന്നത്. രുദ്രൻ ജീപ്പിലേക്ക് നടന്നു. വിനോദ് തന്റെ സഹോദരി രമ്യയുടെ ആത്മഹത്യയ്ക്ക് വിവേകിനോടും ഭവാനി അമ്മയോടും പകവീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അഞ്ജലി വിവേകിന്റെ ജീവിതത്തിലേക്ക് വന്നത് വെറുമൊരു യാദൃശ്ചികതയല്ല. വിനോദ് ബോധപൂർവം അഞ്ജലിയെ വിവേകിന്റെ അടുത്തേക്ക് അയച്ചതാണ്. വിവേകിന്റെ കുടുംബത്തെ ഉള്ളിൽ നിന്ന് തകർക്കാൻ അവൻ മെനഞ്ഞൊരു കെണിയാണ് അഞ്ജലി. പക്ഷേ കൊലപാതകം നടത്തിയതാരാണ്? വിനോദോ, സുരേഷോ, അതോ മറ്റാരെങ്കിലും? അവർ ജീപ്പിൽ കയറി റോയൽ മോട്ടോർ ഗാരേജിൽ നിന്ന് പുറത്തേക്ക് പോയി. പുറത്ത് മഴ വീണ്ടും ശക്തമായി തുടങ്ങി. ജീപ്പിന്റെ വൈപ്പറുകൾ ഗ്ലാസ്സിലെ വെള്ളം വടിച്ചുമാറ്റിക്കൊണ്ടിരുന്നു. രുദ്രൻ തന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ചിന്തകളിൽ മുഴുകി. ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ കുരുക്കുകൾ അഴിയുകയല്ല, മറിച്ച് പുതിയ വരികളിലൂടെ കൂടുതൽ സങ്കീർണമാകുകയാണ് ചെയ്യുന്നത്. അശോകൻ എന്ന പ്രതിയെന്ന് വിചാരിച്ചയാൾ തന്റെ ഇരുമ്പ് ആലിബയിലൂടെ പുറത്തുപോയിരിക്കുന്നു. ഇപ്പോൾ സംശയത്തിന്റെ നിഴൽ വിനോദ് എന്ന അദൃശ്യനായ മനുഷ്യനിലേക്കും അവന്റെ പഴയ പകയിലേക്കും നീളുന്നു. രുദ്രൻ നായർ തന്റെ ജീപ്പിൽ ചാരി നിന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം ഫെലിക്സും കുഞ്ഞുമോനുമുണ്ടായിരുന്നു. കുഞ്ഞുമോൻ പോലീസ് ഫോഴ്സിന്റെ ഔദ്യോഗിക സീൽ മുറിച്ച് വലിയ തുരുമ്പിച്ച താക്കോൽ ഉപയോഗിച്ച് വാതിലിന്റെ പൂട്ട് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. സാർ, ഈ പൂട്ട് തുറക്കാൻ തന്നെ നല്ല പാടാണ്. അത്രയ്ക്ക് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അകത്ത് കയറിയാൽ മുഴുവൻ പൊടിയും ചെലന്തിവലയുമായിരിക്കും. 3 വർഷമായി ആരും വായു പോലും ശ്വസിക്കാത്ത വീടല്ലേ? കുഞ്ഞുമോൻ ചുമച്ചുകൊണ്ട് വാതിൽ തള്ളി തുറന്നു. സൂക്ഷിക്കണം കുഞ്ഞുമോനെ, തറയിലെ പൊടിയിൽ പുതിയ പാടുകൾ വീഴരുത്. നമ്മൾ നോക്കുന്നത് അന്ന് പോലീസ് വിട്ടുകളഞ്ഞ അല്ലെങ്കിൽ അവർ കാണാൻ മടിച്ച എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്നാണ്, പ്രത്യേകിച്ച് അടുക്കളയിലും ഹാളിലും. ഫെലിക്സ് തന്റെ കയ്യിലെ ക്യാമറ റെഡിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവർ അകത്തേക്ക് കടന്നു. ജനലുകളെല്ലാം അടഞ്ഞു കിടന്നിരുന്നതിനാൽ അകത്ത് കനറ്റ ഇരുട്ടായിരുന്നു. കുഞ്ഞുമോൻ ഓരോ ജനലുകളായി തുറന്നിട്ടു. വെളിച്ചം അകത്തേക്ക് അടിച്ചു കയറിയപ്പോൾ മുറിക്കുള്ളിലെ അവസ്ഥ ദയനീയമായിരുന്നു. മരസാധനങ്ങളെല്ലാം വെള്ള തുണികൊണ്ട് മൂടിയിരിക്കുന്നു. തറയിൽ കട്ടിയുള്ള പൊടിയുടെ പാളികൾ. ചുവരുകളിൽ ചിലന്തിവലകൾ വലിഞ്ഞു മുറുകിയിരുന്നു. പെട്ടെന്നാണ് പുറത്തു മറ്റൊരു വണ്ടി വന്ന് നിർത്തുന്ന ശബ്ദം കേട്ടത്. രുദ്രൻ വാതിലിലേക്ക് നോക്കി. അവിടെ അഞ്ജലി നിൽക്കുന്നുണ്ടായിരുന്നു. ലളിതമായൊരു സൽവാർ ധരിച്ച് ആഭരണങ്ങളൊന്നും ധരിക്കാതെ ദുഃഖിതയായൊരു സ്ത്രീയുടെ ഭാവമായിരുന്നു അവൾക്ക്. കൈകളിൽ ഒരു ചെറിയ ഹാൻഡ്ബാഗ് ഉണ്ടായിരുന്നു. അവൾ പൂമുഖത്തേക്ക് കയറി വരുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു അപരിചിതമായ ഭയവും ജാഗ്രതയും ഉണ്ടായിരുന്നു. രുദ്രൻ സാർ, അഞ്ജലി പൂമുഖത്ത് നിന്നുകൊണ്ട് വിളിച്ചു. കേസു സംബന്ധമായി എന്നെ അടിയന്തരമായി ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തിനാണ് എന്നെ ഈ വീട്ടിലേക്ക് വീണ്ടും വിളിപ്പിച്ചത്? ഈ ചുവരുകൾ കാണുമ്പോൾ തന്നെ എന്റെ നെഞ്ചു തകരുകയാണ്. എന്റെ ജീവിതം നശിപ്പിച്ച ആ കൊലയാളി വിവേകിന്റെ വീടാണിത്. രുദ്രൻ പതുക്കെ നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു. അഞ്ജലി, അകത്തേക്ക് വരൂ, രുദ്രൻ പറഞ്ഞു. ഭവാനി നിവാസിലെ ഈ മുറികളിലാണ് നിന്റെ മുൻ അമ്മായിയമ്മ കൊല്ലപ്പെട്ടത്. ഈ സ്ഥലം കാണുമ്പോൾ നിനക്ക് വിഷമമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ചില സംശയങ്ങൾ തീർക്കാൻ ക്രൈം സീൻ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. അതിനാണ് നിന്നെ വിളിച്ചത്. അഞ്ജലി മടിച്ചു അകത്തേക്ക് കയറി. അവൾ ചുറ്റും നോക്കുമ്പോൾ അവളുടെ വിരലുകൾ ഹാൻഡ്ബാഗിന്റെ സ്ട്രാപ്പിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് രുദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഭയത്തിന്റെയോ അസ്വസ്ഥതയുടെയോ ലക്ഷണമാണ്. അഞ്ജലി, 2023 ഏപ്രിൽ 12 രാത്രി കൊലപാതകം നടന്ന സമയത്ത് നീ എവിടെയായിരുന്നു? അന്ന് രാത്രി 9:30 മുതൽ 12 മണി വരെയുള്ള നിന്റെ കൃത്യമായ സമയവിവരങ്ങൾ ഒന്നുകൂടി പറയാമോ? കുഞ്ഞുമോൻ ചോദിച്ചു. അഞ്ജലി കണ്ണുകൾ തുടയ്ക്കുന്നതായി അഭിനയിച്ചു. ഞാനന്ന് പലതവണ പറഞ്ഞതാണ് സർ. വിവേക് അന്ന് വൈകുന്നേരം അമ്മയുമായി വലിയ വഴക്കായിരുന്നു. കാശിനുവേണ്ടി അവൻ അമ്മയെ കൊല്ലുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ പേടിച്ച് എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. വിവേക് വീട്ടിൽ നിന്ന് പോയതിനു ശേഷമാണ് ഞാൻ പോയത്. അന്ന് രാത്രി ഞാൻ അവിടെയായിരുന്നു. നീ അമ്മാവന്റെ വീട്ടിലേക്ക് പോയത് എത്ര മണിയോടെയാണ് അഞ്ജലി? രുദ്രൻ ശാന്തമായി ചോദിച്ചു.
ഏകദേശം 9:30-യോ 10 മണിയോ ആയി കാണും സാർ. എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. പക്ഷേ അഞ്ജലി, നീ പോകുന്നതിനു മുമ്പ് ഹോം നഴ്സ് മിനിയെ മരുന്ന് വാങ്ങാൻ പറഞ്ഞു വിട്ടിരുന്നോ? ഫെലിക്സ് ചോദിച്ചു. അഞ്ജലി പെട്ടെന്നൊന്ന് പരിഭ്രമിച്ചു. അവളുടെ നോട്ടം ഫെലിക്സിലേക്ക് നീണ്ടു. അതെ, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വിവേകാണ് മിനിയോട് മരുന്ന് വാങ്ങാൻ പറഞ്ഞത്. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മിനി തിരികെ വന്നപ്പോൾ വീട്ടിൽ ആരുമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. മിനി അകത്തുകയറി ചോറും കറിയും ചൂടാക്കി സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചു. നീ ആ സമയത്ത് എവിടെയായിരുന്നു? രുദ്രന്റെ ചോദ്യത്തിനു മുന്നിൽ അഞ്ജലി ഒന്ന് പതറി. ഞാൻ അമ്മാവന്റെ വീട്ടിലായിരുന്നു സാർ. മിനി വന്നു ഭക്ഷണം ചൂടാക്കിയതിനെക്കുറിച്ച് എനിക്കെങ്ങനെ അറിയാം? അവൾ അമ്മയുടെ വിശ്വസ്തയായ നേഴ്സായിരുന്നു. പക്ഷേ ആ സ്റ്റൗ ഓഫ് ചെയ്തത് ഒരിടങ്കയ്യനാണ് അഞ്ജലി. രുദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആ നോബിൽ ഇൻഡസ്ട്രിയൽ ഗ്രീസിന്റെ അടയാളങ്ങളുണ്ടായിരുന്നു. നിന്റെ സഹോദരൻ അശോകൻ ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കാണ്. അന്ന് രാത്രി അശോകൻ നിനക്ക് വേണ്ടി ഈ വീട്ടിൽ വന്നിരുന്നോ? അഞ്ജലി പെട്ടെന്നൊച്ചയുയർത്തി. അശോകനോ? അവനിതിലെന്ത് കാര്യമാണ് സാർ? എന്റെ അമ്മാവന്റെ മകൻ അശോകൻ അന്ന് രാത്രി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൈയൊടിഞ്ഞു കിടക്കുകയായിരുന്നു. അവന് സ്വന്തമായി എഴുന്നേൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. അവനെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. അവൻ നിരപരാധിയാണ്. അവന്റെ കൈ ഒടിഞ്ഞ കാര്യം നിനക്ക് നന്നായി അറിയാമല്ലേ? രുദ്രൻ പതുക്കെ പുഞ്ചിരിച്ചു. അശോകന്റെ കൈ ഏപ്രിൽ 5-നാണ് ഒടിഞ്ഞത്. അപകടം നടന്ന അന്നു തന്നെ നീ അവനെ കാണാൻ പോയിരുന്നു. പക്ഷേ കൊലപാതകം നടന്ന ഏപ്രിൽ 12-ന് നീ അവനെ കാണാൻ പോയില്ല. അന്ന് രാത്രി നീ എവിടെയായിരുന്നു എന്നതിന് നിന്റെ അമ്മാവന്റെ വീട്ടിലുള്ളവർ സാക്ഷ്യം പറയുമോ? അഞ്ജലി തന്റെ ഹാൻഡ് ബാഗിൽ നിന്നൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. അവൾ വലതുകൈ കൊണ്ടാണ് ബാഗ് തുറന്നതും ടിഷ്യൂ എടുത്തതും. സർ, ഞാൻ എൻ്റെ അമ്മാവന്റെ വീട്ടിലാണ് ഉറങ്ങിയത്. എൻ്റെ അമ്മാവൻ വിനോദ് അതിന് സാക്ഷിയാണ്. അദ്ദേഹത്തിന് എന്നെക്കുറിച്ചെല്ലാം അറിയാം. വിവേക് എന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ രാത്രിയിൽ അവിടെ അഭയം തേടിയത്. അഞ്ജലിയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിനോദ്. അവൾ വീണ്ടും വിനോദിന്റെ പേര് തന്നെ അലിബയായി ഉപയോഗിക്കുന്നു. വിനോദ് കാവേരി എഞ്ചിനീയറിംഗ് വർക്സിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിലാണ് അശോകൻ ജോലി പഠിച്ചത്. വിനോദ് ഒരു എടങ്കയ്യനാണോ അഞ്ജലി? രുദ്രൻ വളരെ ശാന്തമായി ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അഞ്ജലിയുടെ മുഖത്തെ ഭാവങ്ങൾ പൂർണ്ണമായും മാറി. അവളുടെ ശരീരത്തിൽ ഒരു വിറയൽ പടർന്നു. അവൾ ഒരു നിമിഷം മറുപടി പറയാൻ കഴിയാതെ നിന്നു. വിനോദേട്ടനോ? അദ്ദേഹം എന്തിനാണ് സാർ എടങ്കയ്യനാകുന്നത്? അദ്ദേഹം ഒരു സാധാരണ ബിസിനസ്സുകാരനാണ്. വിവേകിന്റെ ആദ്യ ഭാര്യ രമ്യയുടെ സഹോദരനാണ്. രമ്യ ആത്മഹത്യ ചെയ്തപ്പോൾ ആ കുടുംബം ഞങ്ങളുമായി അകന്നതാണ്. പക്ഷെ പിന്നീട് വിവേകിന്റെ പീഡനങ്ങൾ കൂടിയപ്പോൾ അദ്ദേഹം എന്നെ ഒരു സഹോദരിയെപ്പോലെ സഹായിച്ചു. അത്രമാത്രം. ആദ്യ ഭാര്യയുടെ സഹോദരൻ രണ്ടാമത്തെ ഭാര്യയെ ഒരു സഹോദരിയെപ്പോലെ സഹായിക്കുക. കേൾക്കാൻ നല്ല സുഖമുള്ള കഥയാണ്, കുഞ്ഞുമോൻ പറഞ്ഞു. പക്ഷേ വിനോദ് വിവേകനോടും ഭവാനിയമ്മയോടും 10 വർഷമായി പക വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അശോകന് പകരം വിനോദാണോ അന്ന് രാത്രി ഈ വീട്ടിൽ വന്നത്? ആ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തത് വിനോദാണോ? എനിക്കൊന്നും അറിയില്ല സർ. ഞാൻ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നില്ല. എന്നെ ദയവായി ബുദ്ധിമുട്ടിക്കരുത്. അഞ്ജലി പെട്ടെന്ന് പൂമുഖത്തേക്ക് തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചു. എനിക്ക് പോകണം. എനിക്ക് സുഖമില്ല. അഞ്ജലി, രുദ്രൻ അവളുടെ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ ഓർക്കുക, ഈ കേസിലെ സത്യങ്ങൾ മുഴുവൻ ഈ കാറ്റിൽ പറന്നുപോകില്ല. നിന്റെ അമ്മാവൻ വിനോദിനെ കാണാൻ ഞാൻ നാളെ കളമശ്ശേരിയിലേക്ക് പോകുന്നുണ്ട്. അവനോട് ചോദിച്ചാൽ എനിക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടും. അഞ്ജലി ഒന്നും മറുപടി പറയാതെ വേഗത്തിൽ പടികൾ ഇറങ്ങിപ്പോയി. പുറത്തു നിർത്തിയിരുന്ന അവളുടെ കാർ വേഗത്തിൽ സ്റ്റാർട്ടായി പോകുന്ന ഒച്ച അവർ കേട്ടു. ഫെലിക്സ് അടുക്കളയിൽ നിന്ന് കുറച്ചു സാമ്പിളുകളുമായി ഹാളിലേക്ക് വന്നു. രുദ്ര, നീ അവളെ വളരെ കൃത്യമായാണ് പ്രകോപിപ്പിച്ചത്. അവൾ വിനോദിന്റെ പേര് കേട്ടപ്പോൾ ഉണ്ടായ ഭയം നീ കണ്ടോ? അഞ്ജലി ഒരു കരുവാണ്. വിനോദാണ് ഈ കേസിലെ കളി നിയന്ത്രിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അശോകിന്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അവൻ അന്ന് രാത്രി ഇവിടെ വന്നിട്ടില്ല എന്നുറപ്പായി. അങ്ങനെയെങ്കിൽ വിനോദാണോ അന്ന് രാത്രി ഈ അടുക്കളയിൽ കയറിയത്? അതിനൊരു സാധ്യതയുണ്ട് ഫെലിക്സ്. രുദ്രൻ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ആ ഗ്യാസ് സ്റ്റവും 3 വർഷത്തെ പൊടിയണിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. വിനോദ് ഒരു വർക്ക്ഷോപ്പ് ഉടമയാണ്. അവന്റെ കൈകളിൽ എപ്പോഴും ഇൻഡസ്ട്രിയൽ ഗ്രീസ് ഉണ്ടാകും. പക്ഷെ അത്രയും വലിയൊരു അബദ്ധം അവൻ കാണിക്കുമോ? കൊലപാതകം കഴിഞ്ഞ് ഭക്ഷണം ചൂടാക്കി വെച്ചുകൊണ്ട് സമയം തിരുത്താൻ ശ്രമിച്ചത് ഒരു കൊലയാളി മാത്രമല്ല, മറിച്ച് ഈ കേസിനെ വളരെ കൃത്യമായി പഠിച്ച ഒരാളാണ്. അന്ന് രാത്രി 11 മണിക്ക് മറ്റൊരാൾ കൂടി ഈ വീട്ടിൽ വന്നിരുന്നു എന്ന് വിവേക് പറഞ്ഞു. സുരേഷ്, അഞ്ജലിയുടെ കാമുകനായ സുരേഷ്. അതെ സർ, സുരേഷ് അന്ന് രാത്രി 11 മണിക്ക് ഇവിടെ വന്നിരുന്നു എന്നാണ് വിവേകിന്റെ മൊഴി. പക്ഷേ സുരേഷ് വലംകയ്യനാണോ ഇടങ്കയ്യനാണോ എന്ന് നമുക്കറിയില്ല, കുഞ്ഞുമോൻ പറഞ്ഞു. അതിനൊപ്പം മിനിയുടെ പങ്കും ചെറുതല്ല, രുദ്രൻ ചിന്തിച്ചു. മിനി മരുന്നു വാങ്ങാൻ പോയി എന്ന് പറയുന്നത് വിവേകിന്റെയും അഞ്ജലിയുടെയും ആവശ്യപ്രകാരമാണ്. പക്ഷേ അവൾ തിരികെ വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൾ ഭക്ഷണം ചൂടാക്കി വെച്ചു എന്നാണ് പറയുന്നത്. മിനി പല്ലുരുത്തിയിലാണിപ്പോൾ താമസിക്കുന്നത് എന്നാണ് കുഞ്ഞുമോൻ പറഞ്ഞത്. നമുക്ക് വിനോദിനെ കാണുന്നതിനു മുമ്പ് മിനിയെ കാണണം. അവളുടെ ആ തനിനിറം പുറത്തു കൊണ്ടുവരണം. രുദ്രൻ വീടിനു പുറത്തേക്ക് നടന്നു.
പൂമുഖത്തെ തണുത്ത കാറ്റും മഴച്ചാറ്റലും അദ്ദേഹത്തിന്റെ മുഖത്തേക്കടിച്ചു. ഭവാനി നിവാസിന്റെ കരിങ്കൽ മതിലുകൾക്കു പിന്നിലെ സത്യങ്ങൾ ഓരോന്നായി അഴിഞ്ഞു തുടങ്ങുകയാണ്. അഞ്ജലിയുടെ ഭയവും വിനോദിന്റെ അദൃശ്യ സാന്നിധ്യവും അന്വേഷണത്തെ കൂടുതൽ നിഗൂഢമായൊരു തലത്തിലേക്ക് നയിക്കുന്നു. രുദ്രൻ നായർ ജീപ്പിന്റെ വലിയ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കയ്യിൽ ടോർച്ചുണ്ടായിരുന്നു. കുഞ്ഞുമോൻ ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് ആ വലിയ വീടിന്റെ ഇരുമ്പു ഗേറ്റിലേക്ക് തിരിച്ചുവെച്ചു. പുതിയ സിമന്റ് പെയിന്റ് അടിച്ച ആ വീടിന്റെ ഗേറ്റിൽ ഭവാനി കൃപ എന്നെഴുതിയിരുന്നു. സർ, ഈ വീട് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഒരു സാധാരണ ഹോം നേഴ്സിന് ഈ പല്ലുരുത്തിയിൽ ഇരുനില വീടും ഈ വലിയ മതിലും പണിയാൻ എവിടുന്ന് പണം കിട്ടി? ഇതിന്റെ പിന്നിൽ വലിയൊരു കോഴയുണ്ട് സർ. ഭവാനിയമ്മ വധക്കേസിൽ മിനിക്ക് നിർണായക പങ്കുണ്ടെന്നത് വ്യക്തമാണ്. കുഞ്ഞുമോൻ ഗേറ്റ് പതുക്കെ തള്ളിത്തുറന്നുകൊണ്ട് പറഞ്ഞു. പണം നമ്മളോട് പലതും പറയും കുഞ്ഞുമോനെ, പക്ഷെ ചിലപ്പോൾ അത് നമ്മെ യഥാർത്ഥ കൊലയാളിയിലേക്കെത്തിക്കാൻ ഉപയോഗിച്ച വെറുമൊരു പുകമറ മാത്രമായിരിക്കാം. സൂക്ഷിക്കുക, അവർ പരിഭ്രാന്തിയിൽ എന്തെങ്കിലും വിഡ്ഢിത്തം കാണിച്ചേക്കാം. അവർ പൂമുഖത്തേക്ക് കയറി ബെല്ലമർത്തി. വാതിൽ തുറന്നുവന്നത് മിനിയായിരുന്നു. ലളിതമായ വേഷം ധരിച്ചിരുന്ന മിനിയുടെ മുഖത്ത് പോലീസുകാരെ കണ്ടതും ആകെ വിളറിപ്പോയി. അവളുടെ വായ തുറന്നുപോയി. കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ തങ്ങളുടെ വാതിലിൽ മുറുകെ പിടിച്ചുനിന്നു. പോലീസാറോ? എന്താ സാറേ ഈ രാത്രിയിലിവിടെ? മിനിയുടെ ശബ്ദം ഇടറി. മിനി, പേടിക്കണ്ട, ഞങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൽ നിന്നാണ്. രുദ്രൻ തന്റെ കയ്യിലെ ID കാർഡ് കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ചില വിവരങ്ങൾ ചോദിക്കാൻ വന്നതാണ്. അകത്തേക്കിരിക്കാമല്ലോ? മിനി മറുപടി പറയാതെ പതുക്കെ വഴിമാറി നിന്നു. അവർ ആ വലിയ ലിവിംഗ് റൂമിലേക്ക് പ്രവേശിച്ചു. ഇരിക്കൂ മിനി. രുദ്രൻ സോഫയിലേക്കിരുന്നു. മിനി ഒരരികിലായി ഭയത്തോടെയിരുന്നു. അവളുടെ കൈകൾ പരസ്പരം തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിനി, വളരെ മനോഹരമായ വീട്. ഒരു ഹോം നേഴ്സിന്റെ ശമ്പളം കൊണ്ട് പണിതതാണോ ഇത്? അതോ 3 വർഷം മുമ്പ് ഭവാനി നിവാസിൽ വെച്ച് ആരെങ്കിലും നിനക്ക് തന്ന സമ്മാനമാണോ? കുഞ്ഞുമോൻ ചുറ്റും നോക്കിക്കൊണ്ട് കുത്തിച്ചോദിച്ചു. മിനി തല താഴ്ത്തി. അതെന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ച പണമാണ് സാർ. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണിതതാണ്. ഗൾഫോ? നിന്റെ ഭർത്താവ് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ പല്ലുരുത്തിയിൽ തന്നെ ഉണ്ടല്ലോ മിനി. അവനൊരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിലാണ് ഈ സ്ഥലം വാങ്ങിയതും ഈ വീട് പണിതതും. ഈ കോടിക്കണക്കിന് രൂപ നിനക്കാരാണ് തന്നത്? അഞ്ജലിയാണോ അതോ സുരേഷോ? കുഞ്ഞുമോൻ ശബ്ദമുയർത്തി. ആ ചോദ്യം കേട്ടതും മിനി പൊട്ടിക്കരഞ്ഞുപോയി. അവൾ സോഫയിൽ നിന്ന് താഴേക്ക് മുട്ടുകുത്തി വീണ് രുദ്രന്റെ കാലിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നെ കൊല്ലരുതേ സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരെന്നെ നിർബന്ധിച്ചതാണ്. ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. മിനി വിങ്ങിപ്പൊട്ടി. രുദ്രൻ അവളെ എഴുന്നേൽപ്പിച്ച് കസേരയിൽ ഇരുത്തി. അവൻ മേശപ്പുറത്തിരുന്ന ഒരു കടലാസ് അവൾക്ക് നേരെ നീട്ടി. മിനി, ആദ്യം ഈ കുറിപ്പിൽ നിന്റെ ഫോൺ നമ്പരും വിലാസവും ഒന്ന് എഴുതൂ. മിനി പേനയെടുത്തു. അവൾ പേന പിടിച്ചത് തന്റെ ഇടത് കൈകൊണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് യാതൊരു പ്രയാസവുമില്ലാതെ അവൾ തന്റെ ഇടത് കൈകൊണ്ട് വിലാസം എഴുതി തീർത്തു. രുദ്രൻ കുഞ്ഞുമോനെ നോക്കി തലയാട്ടി. ഗ്യാസ് സ്റ്റൗ തിരിച്ച് ഓഫ് ചെയ്തത് അവൾ തന്നെയാണ്. രുദ്രൻ കുഞ്ഞുമോനെ നോക്കി ചിരിച്ചു. മിനി, അപ്പോൾ അന്ന് രാത്രി ഭവാനി നിവാസിലെ അടുക്കളയിൽ വെച്ച് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തത് നീ തന്നെയാണ്. ആ നോബിൽ നിന്റെ ഇടത് കൈയിലെ ഗ്രീസ് അടയാളമുണ്ടായിരുന്നു. നീ എന്തിനാണ് അന്ന് രാത്രി 11 മണിക്ക് ഭക്ഷണം ചൂടാക്കി വെച്ചത്? ഭവാനിയമ്മ കൊല്ലപ്പെട്ടത് രാത്രി 10 മണിക്കാകുമ്പോൾ 11 മണിക്ക് ഭക്ഷണം ചൂടാക്കി സമയം ഡിസ്റ്റോർട്ട് ചെയ്യാൻ നിനക്കാരാണ് നിർദ്ദേശം നൽകിയത്? രുദ്രൻ തന്റെ കട്ടിമീശയൊന്ന് തടവി. മിനി വിറയ്ക്കുന്ന ഇടത് കൈകൊണ്ട് കണ്ണീർ തുടച്ചു. ഞാൻ സത്യം പറയാം സാർ. അഞ്ജലി മാഡമാണ് എന്നോടിതെല്ലാം ചെയ്യാൻ പറഞ്ഞത്. 1 വർഷം മുമ്പ് തന്നെ അവരെന്നോട് അമ്മയെ പല വിധത്തിൽ വിഷമിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അമ്മയുടെ ആഹാരത്തിൽ അവർ തന്ന ചില ഗുളികകൾ കലർത്തി നൽകാൻ അവരെന്നോട് പറഞ്ഞു. ആ ഗുളികകൾ കഴിച്ചാൽ അമ്മ എപ്പോഴും ഉറക്കമായിരിക്കും, ഓർമ്മക്കുറവ് വരും. അതിനവർ തുക തരുമായിരുന്നു. സ്വന്തം അമ്മയെപ്പോലെ ഞാൻ നോക്കിയതാണ് സാർ. പക്ഷേ സാമ്പത്തിക ബാധ്യത കാരണം ഞാൻ ആ പണം വാങ്ങിപ്പോയി. കൊലപാതകം നടന്ന രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? അന്ന് രാത്രി ഏകദേശം 9:30 ആയപ്പോൾ വിവേകും അമ്മയും തമ്മിൽ വലിയ വഴക്കായി. വിവേക് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. അഞ്ജലി മേഡം അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് കടുത്ത തലവേദനയുണ്ട്, നീ പെട്ടെന്ന് ടൗണിൽ പോയി ഒരു പ്രത്യേക മരുന്ന് വാങ്ങി വരണമെന്ന്. ഞാൻ പറഞ്ഞു, രാത്രി ഇത്രയുമായി, സ്ഥിതിക്ക് നാളെ വാങ്ങാമെന്ന്. പക്ഷേ അവരെന്നെ നിർബന്ധിച്ചു വിട്ടു. ഞാൻ പകുതി ദൂരം പോയപ്പോൾ എനിക്ക് തോന്നി എന്റെ ഫോൺ വീട്ടിൽ മറന്നുവെച്ചു എന്ന്. ഞാൻ തിരികെ വാതിലിൽ എത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ പതിയെ അകത്തേക്ക് കയറിയപ്പോൾ മിനി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. എന്താണ് നീ കണ്ടത് മിനി? കുഞ്ഞുമോൻ ചോദിച്ചു. അമ്മ ഹാളിൽ സോഫയിൽ മരിച്ചു കിടക്കുകയായിരുന്നു സാർ.
കഴുത്തിലാരോ തോർത്തു മുറുക്കിയതുപോലെ പാടുണ്ടായിരുന്നു. ഞാൻ പേടിച്ച് നിലവിളിക്കാൻ പോയപ്പോഴാണ് അഞ്ജലി മാഡവും സുരേഷും അവിടെ ഉണ്ടായിരുന്നത്. സുരേഷിന്റെ കയ്യിൽ കറുത്ത ഗ്ലൗസ് ഉണ്ടായിരുന്നു. അവൻ എന്നെ പിടിച്ച് ചുവരിലേക്ക് ചേർത്ത് നിർത്തി. നീ ബഹളം വെച്ചാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും തീർത്ത് കളയുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. അഞ്ജലി മാഡം എന്റെ കയ്യിൽ ഒരു വലിയ പാക്കറ്റ് പണം തന്നു. വിവേക് തിരികെ വരുന്നതിന് മുമ്പ് പോലീസ് വിവേകിനെ അറസ്റ്റ് ചെയ്യാനൊരു വഴി കണ്ടെത്തണമെന്ന് സുരേഷ് പറഞ്ഞു. അവനെന്നോട് അടുക്കളയിൽ കയറി ചോറും കറിയും നല്ലപോലെ ചൂടാക്കി വയ്ക്കാൻ പറഞ്ഞു. ലോക്കൽ പോലീസ് വരുമ്പോൾ ഭക്ഷണം ചൂടുണ്ടെങ്കിൽ മരണം നടന്നത് 11 മണിക്ക് ശേഷമാണെന്ന് അവർ കരുതുമെന്നും ആ സമയത്ത് വിവേക് വീട്ടിലേക്ക് വരുന്ന വഴിയിലായതുകൊണ്ട് അവൻ പെടുമെന്നും അവർ പറഞ്ഞു. ഞാൻ പേടിച്ച് അടുക്കളയിൽ കയറി ഭക്ഷണം ചൂടാക്കി. തിടുക്കത്തിൽ ആ സ്റ്റൗ ഓഫ് ചെയ്തപ്പോൾ എന്റെ കൈയിലെ വിയർപ്പും ഗ്രീസും ആ നോബിൽ പറ്റിപ്പോയി സാർ. സുരേഷിന്റെ കൈകളിൽ ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കന്റ് ഗ്രീസ് ഉണ്ടായിരുന്നുവെന്ന് ഫെലിക്സ് കണ്ടെത്തിയിട്ടുണ്ട്. സുരേഷിന്റെ വണ്ടിയിൽ നിന്നോ അവന്റെ കൈയിൽ നിന്നോ ആയിരിക്കണം അത് പടർന്നത്. നീ ആ നോബിൽ പിടിക്കുന്നതിനു മുമ്പ് സുരേഷ് അടുക്കളയിൽ കയറിയിരുന്നു? അതെ സാർ. സുരേഷ് അടുക്കളയിലെ ജനൽ വഴി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ സ്റ്റൗവിനു മുകളിൽ തൊട്ടിരുന്നു. അവന്റെ കൈയിലെ കറുത്ത ഗ്രീസ് അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അശ്രദ്ധ കൊണ്ട് ആ ഗ്രീസിന് മുകളിലാണ് പിടിച്ചു തിരിച്ചത്. ഇതാണ് സംഭവിച്ചത് സാർ. അപ്പോ കൊലപാതകം നടത്തിയത് സുരേഷും അഞ്ജലിയും ചേർന്നാണല്ലേ? കുഞ്ഞുമോൻ ആവേശത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല സാർ. ഞാൻ കാണുമ്പോൾ അമ്മ മരിച്ചു കിടക്കുകയായിരുന്നു സാർ. സുരേഷും അഞ്ജലിയും അവിടെയുണ്ടായിരുന്നു. അവർ തന്നെ ആയിരിക്കും അത് ചെയ്തത്. എന്നെ ഉപദ്രവിക്കരുത് സാർ. മിനി വീണ്ടും കൈകൂപ്പി. പെട്ടെന്നാണ് പുറത്തുനിന്നൊരു ചെറിയ ശബ്ദം കേട്ടത്. രുദ്രൻ തന്റെ ടോർച്ച് പെട്ടെന്ന് ഓഫ് ചെയ്തു. അവൻ കുഞ്ഞുമോന് നേരെ വിരൽ ചൂണ്ടി നിശബ്ദനായിരിക്കാൻ ആവശ്യപ്പെട്ടു. രുദ്രൻ ചിന്തിച്ചു, ഈ രാത്രിയിൽ ആരാണ് ഈ വീട്ടിന്റെ ചുറ്റും നടക്കുന്നത്? നമ്മളിവിടെ വന്ന വിവരം മറ്റാരോ അറിഞ്ഞിരിക്കുന്നു. മിനിയെ അപായപ്പെടുത്താൻ വന്ന കൊലയാളിയാണോ അത്? രുദ്രൻ പതുക്കെ അരയിൽ തിരികിയിരുന്ന തന്റെ കറുത്ത സർവീസ് റിവോൾവർ എടുത്തു. കുഞ്ഞുമോനും തന്റെ വടി കയ്യിലെടുത്തു. മിനി ഭയത്തോടെ തന്റെ വായ് പൊത്തിപ്പിടിച്ചു. രുദ്രൻ പൂച്ചയെപ്പോലെ നിശബ്ദനായി പിൻവാതിലിലേക്ക് നടന്നു. കുഞ്ഞുമോൻ ജനലിന്റെ മറവിലൂടെ പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചു. കനത്ത മഴയിൽ ഒരു കറുത്ത റെയിൻകോട്ട് ധരിച്ച ആ രൂപം പിൻവാതിലൊരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവന്റെ കയ്യിലൊരു തിളങ്ങുന്ന സിറിഞ്ചുണ്ടായിരുന്നു. രുദ്രൻ പിൻവാതിലിന്റെ ബോൾട്ട് പെട്ടെന്ന് മാറ്റി വാതിലൊറ്റത്തള്ളിന് തുറന്നു. ആരാണവിടെ? നിൽക്ക്! രുദ്രൻ വിളിച്ചു പറഞ്ഞു. കനത്ത ഇരുട്ടിലും മഴയിലും അവൻ മതിൽ ചാടി പുറത്തേക്ക് ഓടിപ്പോയി. രുദ്രൻ നായർ മതിൽ ചാടി പുറത്തേക്കോടി. കനത്ത മഴ അവന്റെ മുഖത്തേക്ക് അടിച്ചു കയറുകയായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചിന്റെ ശക്തമായ വെളിച്ചം റോഡിലെ ചളിയിലൂടെ ഓടിപ്പോകുന്ന ആ റെയിൻകോട്ട് ധാരിയിലേക്ക് വീണു. നിൽക്ക്! ഓടിയാൽ ഞാൻ വെടിവെക്കും! രുദ്രൻ തന്റെ പരുക്കൻ ശബ്ദത്തിൽ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആ രൂപം അപ്പോഴും വേഗത്തിൽ മുന്നോട്ടു പായുകയായിരുന്നു. അവൻ പല്ലുരുത്തിയിലെ ചെറിയൊരു കായൽക്കര ലക്ഷ്യമാക്കിയാണ് ഓടിയത്. കായലിനരികിൽ ഒരു ചെറിയ ഫൈബർ വഞ്ചി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവൻ അതിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴേക്കും കുഞ്ഞുമോൻ മറ്റൊരു വശത്തുനിന്ന് ഓടിയെത്തി അവന്റെ മേലേക്ക് ചാടി വീണു. എന്നെ വിട്! എന്നെ വിട്! ആ രൂപം വിലപിച്ചു. കുഞ്ഞുമോൻ അവന്റെ കൈകൾ പിന്നിലേക്ക് തിരിച്ചുപൂട്ടി. രുദ്രൻ ഓടിയെത്തി ടോർച്ച് അവന്റെ മുഖത്തേക്കടിച്ചു. കറുത്ത റെയിൻകോട്ടിന്റെ തൊപ്പി മാറിയപ്പോൾ സുരേഷിന്റെ വിളറിയ മുഖം വെളിച്ചത്തിൽ വ്യക്തമായി. അവന്റെ കവിളിൽ ചളി പുരണ്ടിരുന്നു. കണ്ണുകളിൽ വലിയ മരണഭയമായിരുന്നു. സാർ, സുരേഷ് തന്നെയാണിത്. ഇവൻ മിനിയെ കൊന്ന് തെളിവ് നശിപ്പിക്കാൻ വന്നതാണ്. നോക്കൂ സാർ, ഇവന്റെ വലത്തെ പോക്കറ്റിൽ ആ സിറിഞ്ചിരിപ്പുണ്ട്. കുഞ്ഞുമോൻ സുരേഷിന്റെ പോക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സിറിഞ്ച് പുറത്തെടുത്തു. രുദ്രൻ ആ സിറിഞ്ചിലേക്ക് നോക്കി. ഉള്ളിൽ സുതാര്യമായൊരു ദ്രാവകമുണ്ടായിരുന്നു. പൊട്ടാസ്യം ക്ലോറൈഡ്. രുദ്രൻ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഇത് ശരീരത്തിൽ കടത്തിവിട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ കടുത്ത ഹൃദയാഘാതമുണ്ടാകും. പോസ്റ്റ്മോർട്ടത്തിൽ സാധാരണ ഹൃദയാഘാതം എന്നേ തെളിയുകയുള്ളൂ. കൊലപാതകമാണെന്ന് ആരും സംശയിക്കില്ല. സുരേഷ്, നീ വളരെ ബുദ്ധിമാനാണ്. പക്ഷേ നിന്റെ ഈ കളി ഇവിടെ അവസാനിക്കുകയാണ്. സുരേഷിന്റെ കൈകളിൽ കുഞ്ഞുമോൻ വിലങ്ങണിയിച്ചു. അവർ അവനെ വലിച്ചിഴച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റി. ജീപ്പ് കളമശ്ശേരി സ്റ്റേഷൻ ലക്ഷ്യമാക്കി പായുമ്പോൾ രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിനടുത്ത് തിരിഞ്ഞിരുന്ന് സുരേഷിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സുരേഷ്, ഇനി നീ നുണ പറഞ്ഞാൽ ഈ കേസിൽ നിനക്ക് തൂക്കുകയറാണ് ലഭിക്കുക. രുദ്രന്റെ ശബ്ദം ഇടിമുഴക്കം പോലെയായിരുന്നു. മിനി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അന്നു രാത്രി നീയും അഞ്ജലിയും ഭവാനി നിവാസിലുണ്ടായിരുന്നു എന്ന് അവൾ മൊഴി നൽകിയിട്ടുണ്ട്. നീ എന്തിനാണ് ഭവാനി അമ്മയെ കൊന്നത്? അഞ്ജലിക്കിതിലെന്തു പങ്കാണുള്ളത്? സുരേഷ് കസേരയിൽ തലചാരിച്ച് വിങ്ങിപ്പൊട്ടി. സാർ, ഞാൻ ഭവാനിയമ്മയെ കൊന്നിട്ടില്ല സാർ. ഞാൻ കൊലയാളിയല്ല. അഞ്ജലിയാണിതെല്ലാം പ്ലാൻ ചെയ്തത്. അവൾ എന്നെ കെണിയിൽപ്പെടുത്തിയതാണ്. കെണിയിൽപ്പെടുത്തിയെന്നോ? അപ്പോൾ നീ അന്ന് രാത്രി 11 മണിക്ക് എന്തിനാണ് ആ വീട്ടിൽ പോയത്? കുഞ്ഞുമോൻ ചോദിച്ചു. അഞ്ജലി എന്നോട് അന്ന് രാത്രി 11 മണിക്ക് വരാൻ പറഞ്ഞിരുന്നു സാർ.
അവൾ പറഞ്ഞു വിവേക്കുമായി അമ്മ വലിയ വഴക്കുണ്ടാക്കിയെന്നും വിവേക് പോയെന്നും. ഞാൻ അവിടെ എത്തുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ഭവാനിയമ്മ മരിച്ചു കിടക്കുകയായിരുന്നു സാർ. അഞ്ജലി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു വിവേകാണ് അമ്മയെ കൊന്നതെന്ന്. പക്ഷേ അവൾക്ക് ആ സ്വത്ത് മുഴുവൻ കിട്ടാൻ വിവേക് ജയിലിലാകണമായിരുന്നു. അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. വിവേകിന്റെ പേരിൽ ഈ കൊലപാതകം ചാർത്താൻ വേണ്ടി സമയം തിരുത്തണമെന്ന് അവളാണ് പറഞ്ഞത്. അതിനാണ് മിനിയെ വിളിച്ച് ഭക്ഷണം ചൂടാക്കാൻ പറഞ്ഞത്. ഞാൻ പേടിച്ചുപോയി സാർ. പക്ഷെ ഞാൻ ഭവാനിയമ്മയെ കൊന്നിട്ടില്ല സാർ, സത്യം. അഞ്ജലി ഇപ്പോൾ എവിടെയുണ്ട് സുരേഷ്? അവൾ കളമശ്ശേരിയിലെ വീട്ടിലുണ്ടോ? രുദ്രൻ വളരെ ഗൗരവത്തോടെ ചോദിച്ചു. സുരേഷ് തലയാട്ടി. ഇല്ല സാർ, അവൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഞങ്ങൾ പിടിക്കപ്പെടുമെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് സാർ. അവിടുന്ന് ദുബായിലേക്ക് കടക്കാനാണ് അവളുടെ പ്ലാൻ. ഇന്ന് പുലർച്ചെ 3 മണിക്കുള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റിനാണ് അവൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവൾ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും സാർ. രുദ്രൻ തന്റെ റിസ്റ്റ് വാച്ചിലേക്ക് നോക്കി. സമയം അർദ്ധരാത്രി 12:45 ആയിരിക്കുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പല്ലുരുത്തിയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. റോഡുകളിൽ മുഴുവൻ മഴയായതുകൊണ്ട് യാത്ര കൂടുതൽ ദുഷ്കരമായിരിക്കും. കുഞ്ഞുമോനെ, വണ്ടി എയർപോർട്ടിലേക്ക് തിരിക്കെ, രുദ്രൻ ആജ്ഞാപിച്ചു. വഴിയരികിലെ ടോൾ പ്ലാസകളിലും എയർപോർട്ട് സെക്യൂരിറ്റിക്കും മെസ്സേജ് അയക്കുക. അഞ്ജലിയുടെ വണ്ടി നമ്പർ ട്രാക്ക് ചെയ്യാൻ പറയൂ. വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിന് അവളുടെ ലുക്കൌട്ട് നോട്ടീസ് ഉടൻ കൈമാറണം. അവൾ വിമാനം കയറുന്നതിന് മുമ്പ് നമുക്കവളെ പിടിക്കണം. ശരി സാർ. കുഞ്ഞുമോൻ ജീപ്പ് അതിവേഗതയിൽ തിരിച്ച് നെടുമ്പാശ്ശേരി ഹൈവേയിലേക്കെടുത്തു. ജീപ്പ് ഹൈവേയിലൂടെ ചീറിപ്പായുന്ന ഒച്ച, കാറ്റിന്റെയും മഴയുടെയും അതിശക്തമായ ശബ്ദം, സൈറൺ മുഴങ്ങുന്ന ശബ്ദം. വലിയ ലോറികൾ മഴയത്ത് പതുക്കെയാണ് നീങ്ങിയിരുന്നത്. കുഞ്ഞുമോൻ ജീപ്പിന്റെ സൈറൺ മുഴക്കി വണ്ടികളെല്ലാം വെട്ടിച്ചു മുന്നോട്ടുപോയി. പുലർച്ചെ 3:25 ആയപ്പോൾ അവർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രധാന കവാടത്തിലെത്തി. എയർപോർട്ടിന്റെ വലിയ ടെർമിനലിലെ വെളിച്ചം ദൂരത്തുനിന്നും കാണാമായിരുന്നു. യാത്രക്കാരുടെ വലിയൊരു തിരക്ക് അവിടെയുണ്ടായിരുന്നു. രുദ്രനും കുഞ്ഞുമോനും ജീപ്പ് വിമാനത്താവളത്തിന്റെ ഡിപ്പാർച്ചർ ഗേറ്റിന് മുന്നിൽ നിർത്തി. CI രുദ്രൻ സാർ, അഞ്ജലി ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് സെക്യൂരിറ്റി ഹോൾഡിംഗ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. അവരുടെ ഫ്ലൈറ്റിന്റെ ബോർഡിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഗേറ്റ് നമ്പർ 12ലാണ് അവർ നിൽക്കുന്നത്. വിമാനത്താവളത്തിലെ CISF കമാൻഡന്റ് അവരെ വിവരമറിയിച്ചു. നമുക്കധികം സമയമില്ല. രുദ്രൻ വേഗത്തിൽ നടന്നു. അവർ വിമാനത്തിൽ കയറിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വേഗം വാ കുഞ്ഞുമോനെ. അവർ വലിയ എസ്കലേറ്ററുകൾ കയറി ബോർഡിംഗ് ഏരിയയിലേക്ക് ഓടി. ഗേറ്റ് നമ്പർ 12ന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ യാത്രക്കാർ ദുബായ് ഫ്ലൈറ്റിലേക്ക് കയറാൻ ക്യൂ നിൽക്കുന്നത് അവർ കണ്ടു. ആ ക്യൂവിന്റെ നടുവിലായി ഒരു കറുത്ത സൺഗ്ലാസും വലിയൊരു സ്കാർഫും ധരിച്ച് അഞ്ജലി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ഹാൻഡ് ലഗേജ് ഉണ്ടായിരുന്നു. അവൾ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. രുദ്രൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഒപ്പം ഒരു വനിതാ സെക്യൂരിറ്റി ഓഫീസറും ഉണ്ടായിരുന്നു. അഞ്ജലി. രുദ്രന്റെ ശബ്ദം കേട്ടതും അഞ്ജലി ഞെട്ടിപ്പടഞ്ഞ് തിരിഞ്ഞു നോക്കി. രുദ്രനെയും കുഞ്ഞുമോനെയും കണ്ടതും അവളുടെ മുഖത്തുണ്ടായിരുന്ന സൺഗ്ലാസ് താഴെ വീണു. അവളുടെ കണ്ണുകളിൽ മരണഭയം നിറഞ്ഞു. രുദ്രൻ സാറോ? എനിക്ക് പോകണം. ഞാൻ നിയമപരമായി എല്ലാ ക്ലിയറൻസും കഴിഞ്ഞതാണ്. നിങ്ങൾക്കെന്നെ തടയാൻ കഴിയില്ല. അഞ്ജലി ബോർഡിംഗ് പാസ് കാണിച്ച് ഒച്ചയുയർത്താൻ ശ്രമിച്ചു. നിയമപരമായി നിനക്ക് പോകാം അഞ്ജലി. പക്ഷെ ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് വിമാനം കയറാൻ നിയമം അനുവദിക്കുന്നില്ല, കുഞ്ഞുമോൻ പറഞ്ഞു. സുരേഷ് അറസ്റ്റിലായിട്ടുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു. മിനി നിനക്കെതിരെ ശക്തമായ മൊഴിയാണ് നൽകിയിട്ടുള്ളത്. ഭവാനിയമ്മയെ കൊന്ന കേസിൽ നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. അഞ്ജലി വിറച്ചുപോയി. അവൾ വനിതാ പോലീസ് ഓഫീസറുടെ കൈകളിൽ നിന്ന് കുതറാൻ ശ്രമിച്ചെങ്കിലും അവർ അവളെ മുറുകെ പിടിച്ച് വിലങ്ങണിയിച്ചു. എയർപോർട്ടിലെ മറ്റു യാത്രക്കാരെല്ലാം അത്ഭുതത്തോടെയും ഭയത്തോടെയും ആ കാഴ്ച നോക്കി നിന്നു. അവർ അഞ്ജലിയെ വിമാനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. പുലർച്ചെ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ അഞ്ജലി തന്റെ മുഖം കൈകൾ കൊണ്ട് മറച്ചുപിടിച്ചിരുന്നു. ആ രാത്രിയിലെ കനത്ത വേട്ടയാടൽ വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. സുരേഷും അഞ്ജലിയും പിടിയിലായതോടെ ഭവാനിയമ്മ വധക്കേസിലെ യഥാർത്ഥ കൊലപാതകികൾ നിയമത്തിന് മുന്നിലെത്തിയിരിക്കുന്നു. 3 വർഷമായി ജയിലിൽ കിടക്കുന്ന വിവേകിന് നീതി ലഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം മതി. എന്നാൽ രുദ്രൻ ജീപ്പിലിരുന്ന് അഞ്ജലിയുടെ ഹാൻഡ് ബാഗ് പരിശോധിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു വിമാന ടിക്കറ്റ് കൂടി കണ്ടെത്തി. അത് വിനോദിന്റെ പേരിലുള്ളതായിരുന്നു. വിനോദ് ഇതിനകം തന്നെ മറ്റൊരു ഫ്ലൈറ്റിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. രുദ്രൻ തന്റെ മേശപ്പുറത്തിരുന്ന ഫയലിലേക്ക് നോക്കി പതുക്കെ ചിന്തിച്ചു. അഞ്ജലിയും സുരേഷും പിടിയിലായത് എന്നത് ശരിയാണ്. പക്ഷേ ഈ കളിയിലെ ഏറ്റവും വലിയ മാസ്റ്റർ മൈൻഡ് വിനോദാണ്. അവൻ തന്റെ അനിയത്തിയുടെ മരണത്തിന് പകരം വീട്ടാൻ ഈ 2 കഥാപാത്രങ്ങളെയും ഉപയോഗിക്കുകയായിരുന്നു. വിനോദിനെ കണ്ടെത്താതെ ഈ കേസ് പൂർണ്ണമാകില്ല. അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മാധവൻ മേശപ്പുറത്തിരുന്ന ഫയലുകൾ ഒന്നുകൂടി പരിശോധിച്ചു. കട്ടിപ്പൂച്ചക്കണ്ണടയ്ക്ക് മുകളിലൂടെ അദ്ദേഹം രുദ്രനെ രൂക്ഷമായി നോക്കി. മുറിയിൽ കനത്ത നിശബ്ദത പടർന്നു. രുദ്രൻ സാറേ, നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? മാധവൻ ഫയലിൽ വിരലമർത്തി ചോദിച്ചു. വിവേക് സ്വന്തം അമ്മയെ കൊന്നു എന്ന കേസിൽ കോടതി അവനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതാണ്. ഹൈക്കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസാണിപ്പോൾ നിങ്ങൾ വന്ന് പറയുന്നത് തലതിരിഞ്ഞതാണെന്ന്. ലോക്കൽ പോലീസ് കണ്ടെത്തിയ തെളിവുകളെല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്കെന്താണ് ഇത്ര താൽപ്പര്യം? മാധവൻ സാറേ, എനിക്ക് വ്യക്തിപരമായി ഒരു താൽപ്പര്യവുമില്ല, രുദ്രൻ മുന്നോട്ട് ആഞ്ഞു പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു മുഴക്കമുണ്ടായിരുന്നു. പക്ഷേ ആ ജയിലിൽ കിടക്കുന്ന വിവേക്, അവനൊരു പാവമാണ് സാർ. അവൻ അമ്മയെ സ്നേഹിച്ചിരുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്.
കടബാധ്യതകൾ അവനെ തളർത്തിയപ്പോൾ അവനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ സ്വന്തം അമ്മയെ കഴുത്തുഞെരിച്ച് കൊല്ലാൻ അവന് കഴിയില്ല. 3 വർഷമായി അവൻ ഒരു കുറ്റവും ചെയ്യാതെ അവിടെ കിടന്ന് നരകിക്കുകയാണ് സാർ. അവൻ്റെ ജീവിതം തകർന്നത് നമ്മുടെ പോലീസിൻ്റെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടാണ്. സമയം തിരുത്തിയ ആ കിച്ചൺ പ്ലാൻ കണ്ടെത്താൻ അന്നത്തെ ലോക്കൽ പോലീസിന് കഴിഞ്ഞില്ല. പക്ഷേ രുദ്രൻ സാറേ, വിവേകിൻ്റെ വിരലടയാളങ്ങളും അമ്മയുടെ ശരീരത്തിലെ പോറലുകളും അവനെതിരായ ശക്തമായ സാഹചര്യ തെളിവുകളായിരുന്നു. കോടതി അത് അംഗീകരിച്ചതുമാണ്. പ്രോസിക്യൂട്ടർ വാദിച്ചു, അതൊരു വലിയ കെണിയായിരുന്നു സാർ. രുദ്രൻ മേശപ്പുറത്ത് കൈപ്പത്തി അമർത്തി. അവൻ്റെ കണ്ണുകളിൽ നീതിക്കായുള്ളൊരു മനുഷ്യൻ്റെ കനത്ത തീപ്പൊരി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അമ്മയുടെ ദേഹത്തെ ആ പോറലുകൾ അവൻ അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ട് നിലവിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായതാണ്. ആ വിരലടയാളങ്ങൾ അവൻ തൻ്റെ സ്വന്തം വീട്ടിൽ ജീവിച്ചതുകൊണ്ട് അവിടെ സ്വാഭാവികമായി പതിഞ്ഞവയാണ്. ലോക്കൽ പോലീസ് അതെല്ലാം വലിയ തെളിവുകളാക്കി മാറ്റി. യഥാർത്ഥത്തിൽ ആ ഗ്യാസ് സ്റ്റൗവിലേക്ക് നോക്കൂ. അത് ഓഫ് ചെയ്തത് ഒരു ഇടങ്കയ്യനാണ്. വിവേക് പൂർണ്ണമായും വലങ്കയ്യനാണ്. ആ സ്റ്റൗവിൽ പറ്റിപ്പിടിച്ചിരുന്ന ഗ്രീസ് അത് വിനോദിൻ്റെ വർക്ക്ഷോപ്പിലെ കരുത്ത ലൂബ്രിക്കൻ്റാണ്. മിനി എന്ന ഹോം നഴ്സ് പണം വാങ്ങി സാക്ഷി പറയാൻ വേണ്ടി സമയം തിരുത്തി. സുരേഷും അഞ്ജലിയും ചേർന്നാണ് ആ കളി നിയന്ത്രിച്ചത്. സുരേഷ് ഇപ്പോൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. മിനിയുടെ കുറ്റസമ്മതമൊഴിയും നമ്മുടെ കയ്യിലുണ്ട്. ഇനിയൊരു നിരപരാധി ജയിലിൽ കിടക്കരുത് സർ. എന്റെ യൂണിഫോമിന്റെ വില കളഞ്ഞിട്ടാണെങ്കിലും എനിക്കവന് നീതി വാങ്ങി നൽകണം. മാധവൻ കുറച്ചു സമയം ഒന്നും മിണ്ടാതെ പുറത്തെ മഴയിലേക്ക് നോക്കിയിരുന്നു. രുദ്രന്റെ ആത്മാർത്ഥതയും അവന്റെ വാക്കുകളിലെ വൈകാരികമായ തീവ്രതയും ആ പ്രായം ചെന്ന വക്കീലിന്റെ മനസ്സിലൊരു മാറ്റമുണ്ടാക്കി. ശരി രുദ്രൻ സാറേ, മാധവൻ പതുക്കെ കണ്ണടയൂരി മേശപ്പുറത്ത് വെച്ചു. നിങ്ങൾ സമർപ്പിച്ച ഈ പുതിയ തെളിവുകളും കുറ്റസമ്മതമൊഴികളും ഞാൻ കോടതിയിൽ സമർപ്പിക്കാം. അഞ്ജലിയെയും സുരേഷിനെയും കൊലപാതക ഗൂഢാലോചനയ്ക്കും തെളിവ് നശിപ്പിക്കലിനും അറസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഇന്ന് തന്നെ കോടതിയിലെത്തും. അവരെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരാൻ ഞാൻ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടാം. വിവേകിന്റെ ശിക്ഷ നിർത്തിവെക്കാനും അവനെ താൽക്കാലികമായി ജാമ്യത്തിൽ വിടാനുമുള്ള അപേക്ഷ നമുക്കുടൻ തന്നെ ഫയൽ ചെയ്യാം. ആ വാക്കുകൾ കേട്ടപ്പോൾ രുദ്രന്റെ നെഞ്ചിൽ നിന്ന് വലിയൊരു ഭാരമൊഴിഞ്ഞുപോയി. അവൻ കസേരയിൽ ചാരിയിരുന്ന് ദീർഘമായി ശ്വാസമെടുത്തു. അവന്റെ കണ്ണുകളിൽ ആശ്വാസത്തിന്റെ നനവുണ്ടായിരുന്നു. കോടതി മുറിക്കു പുറത്ത് കുഞ്ഞുമോൻ ആകാംക്ഷയോടെ കാത്തുനിൽക്കുകയായിരുന്നു. രുദ്രൻ പുറത്തേക്കു വരുന്നത് കണ്ടതും അവൻ ഓടിയെത്തി. സാർ, എന്തായി? വക്കീൽ സമ്മതിച്ചോ? വിവേക് പുറത്തിറങ്ങുമോ സാർ? കുഞ്ഞുമോൻ ചോദിച്ചു. സമ്മതിപ്പിച്ചു കുഞ്ഞുമോനെ. രുദ്രൻ പതുക്കെ പുഞ്ചിരിച്ചു. മജിസ്ട്രേറ്റ് അവരുടെ റിമാൻഡ് ഓർഡർ ഇപ്പോൾ ഒപ്പിടും. വിവേകിന്റെ റിലീസ് ഓർഡർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു നിരപരാധിയെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. ദൈവമേ, വലിയൊരു കാര്യമാണ് സാർ നടന്നത്. ആ പാവത്തിന്റെ പ്രാർത്ഥനയായിരിക്കും നമ്മളെ സഹായിച്ചത്. കുഞ്ഞുമോൻ കൈകൾ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞു. കുഞ്ഞുമോൻ ചൂടുള്ള പൊറോട്ടയും ബീഫ് ഫ്രൈയും അടങ്ങിയ പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ചു. 2 ഗ്ലാസ് കട്ടൻ ചായയും അരികിലുണ്ടായിരുന്നു. കഴിക്കു സാർ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഈ തട്ടുകടയിലെ പൊറോട്ട കൊച്ചിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റാണ്. കുഞ്ഞുമോൻ ഒരു കഷ്ണം പൊറോട്ട ബീഫ് ഫ്രൈയിൽ മുക്കിക്കൊണ്ട് പറഞ്ഞു. രുദ്രൻ പതുക്കെ ചായക്കപ്പ് കയ്യിലെടുത്തു. കട്ടൻ ചായയുടെ ചൂട് അവന്റെ ഉള്ളിലേക്ക് പടർന്നു. കുഞ്ഞുമോനെ, നീ ഇന്ന് നല്ലപോലെ ഓടി. ആ എയർപോർട്ടിൽ വെച്ച് അഞ്ജലിയെ നീ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവളിപ്പോൾ ദുബായിലേക്ക് പറന്നിട്ടുണ്ടാകും. നിന്റെ ആ ഇടുക്കി സ്റ്റൈൽ ഓട്ടം കൊള്ളാം, രുദ്രൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞുമോൻ ലജ്ജയോടെ ചിരിച്ചു. അത് പിന്നെ സാറേ, നാട്ടിൽ കുന്നും മലയും കയറി ശീലിച്ചതല്ലേ. എയർപോർട്ടിലെ ആ വഴുക്കലുള്ള നിലത്തുകൂടി ഓടുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു വീഴുമെന്ന്. പക്ഷേ അവൾ രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്കെന്റെ സ്വന്തം പെങ്ങളെ ഓർമ്മ വന്നു. വിവേക് എന്ന ആ പാവത്തിനെ ഓർത്തുപോയി സാർ. അവനാ ജയിലിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. നീ പറഞ്ഞത് ശരിയാണ്. നീതി നടപ്പാക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. എന്റെ മകൾ ഗായത്രി എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അച്ഛൻ ഈ പോലീസ് കേസല്ലാതെ വേറെ വല്ല കാര്യവുമുണ്ടോ എന്ന്. അവൾ ബാംഗ്ലൂരിൽ IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവൾക്കൊന്നും ഈ പോലീസിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാവില്ല. വിവേകിന്റെ ആ മുഖം ഞാൻ ജയിലിൽ പോയി കാണുമ്പോൾ, അവന്റെ കണ്ണുകളിലെ സന്തോഷം കാണുമ്പോൾ അവൾക്ക് ഞാൻ മറുപടി കൊടുക്കും. രുദ്രന്റെ മുഖത്ത് ഒരച്ഛന്റെ വാത്സല്യം നിറഞ്ഞു നിന്നു. സാർ, ഗായത്രി ചേച്ചിയുടെ കല്യാണമൊക്കെ ആയോ? സാർ അതിനെക്കുറിച്ചൊന്നും പറയാറില്ലല്ലോ, കുഞ്ഞുമോൻ ചോദിച്ചു. അവൾക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറയുന്നു. രുദ്രൻ ചിരിച്ചു. ഈ കാലത്തെ പെൺകുട്ടികളുടെ ഓരോ ചിന്തകൾ. നിന്റെ കാര്യങ്ങളെന്തായി കുഞ്ഞുമോനെ? ഇടുക്കിയിൽ അമ്മയ്ക്ക് സുഖമാണോ? ആ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? അമ്മയ്ക്ക് സുഖമാണ് സാർ. ഏലക്ക കൃഷി ഇപ്പോൾ അത്ര നല്ലതല്ല. മഴ പെയ്യുമ്പോൾ വില ഇടിയുകയാണ്. അമ്മ എന്നോട് എപ്പോഴും പറയും, പോലീസ് ജോലി കിട്ടിയത് നന്നായി, ഇല്ലെങ്കിൽ കടം കയറി മുടിഞ്ഞുപോയനെ എന്ന്. അമ്മയ്ക്ക് എന്നെക്കുറിച്ച് വലിയ അഭിമാനമാണ് സാർ, പ്രത്യേകിച്ച് നമ്മൾ ഈ സ്പെഷ്യൽ യൂണിറ്റിലായതിനു ശേഷം. കുഞ്ഞുമോന്റെ കണ്ണു നിറഞ്ഞു. തട്ടുകടക്കാരൻ പുതിയൊരു പ്ലേറ്റ് ഓംലെറ്റ് കൂടി അവരുടെ മുന്നിലേക്ക് വെച്ചു.
കടയിൽ റേഡിയോയിൽ ഒരു പഴയ മലയാളം പാട്ട് പതുക്കെ പാടിക്കൊണ്ടിരുന്നു. രുദ്രൻ സാറേ, നമ്മളാ വിനോദിനെ മാത്രം ഇനി പിടിച്ചാൽ മതിയല്ലേ? അവൻ ദുബായിലേക്ക് കടന്നതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അഞ്ജലിയും സുരേഷും ഉള്ളിൽ കിടന്നതുകൊണ്ട് വിനോദിനിനി വലിയ കളികളൊന്നും കളിക്കാൻ പറ്റില്ല. കുഞ്ഞുമോൻ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, വിനോദ് എത്ര വലിയ മാസ്റ്റർ മൈൻഡ് ആയാലും അവൻ തോറ്റുകഴിഞ്ഞു. രുദ്രൻ കപ്പ് താഴെ വെച്ചു. നമ്മൾ കേസ് കംപ്ലീറ്റായി ഫയൽ ചെയ്തു കഴിഞ്ഞു. നാളെ രാവിലെ ഫെലിക്സിനെ കണ്ട് ആ ഫൈനൽ ഫോറൻസിക് ഒപ്പീനിയൻ കൂടി ഫയലിൽ വെക്കണം. അതോടെ എല്ലാം കഴിഞ്ഞു. കുഞ്ഞുമോനെ, ഇന്ന് നീ നല്ലപോലെ ഉറങ്ങിക്കോ. നാളെ മുതൽ നമുക്ക് വലിയ പണികളൊന്നുമില്ല. ശരി സാർ, ഇന്ന് ഞാൻ 8 മണിക്കൂറെങ്കിലും ഉറങ്ങും, കുഞ്ഞുമോൻ സന്തോഷത്തോടെ പറഞ്ഞു. അവർ രണ്ടുപേരും തട്ടുകടക്കാരന് പണം നൽകി ജീപ്പിലേക്ക് കയറി. രാത്രിയുടെ ഇരുട്ടിൽ പെയ്യുന്ന മഴയിലൂടെ പോലീസ് ജീപ്പ് അവരുടെ ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കി നീങ്ങി. ഫെലിക്സ് തന്റെ മൈക്രോസ്കോപ്പിൽ നിന്ന് കണ്ണുകൾ മാറ്റി. അവന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുണ്ടായിരുന്നു. ലാബിലെ വലിയ ഡിജിറ്റൽ സ്ക്രീനിൽ ഭവാനിയമ്മയുടെ കഴുത്തിന്റെ എക്സ്റേ ചിത്രങ്ങളും ടിഷ്യൂ ബയോപ്സി സ്ലൈഡുകളും തെളിഞ്ഞു നിന്നിരുന്നു. രുദ്രനും കുഞ്ഞുമോനും ലാബിലേക്ക് കടന്നുവരുമ്പോൾ ഫെലിക്സിന്റെ മുഖത്ത് കടുത്ത ഗൗരവമായിരുന്നു. എന്താ ഫെലിക്സ്, നീ വിളിച്ചപ്പോൾ നിന്റെ ശബ്ദത്തിൽ വലിയൊരു മാറ്റമുണ്ടായിരുന്നു. രുദ്രൻ തന്റെ കട്ടിമീശ ഒന്ന് തടവി. സുരേഷിന്റെയും അഞ്ജലിയുടെയും അറസ്റ്റ് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി കഴിഞ്ഞു. കേസ് കംപ്ലീറ്റായി എന്ന് എല്ലാവരും കരുതുന്നു. നീ എന്തു പുതിയ വിവരമാണ് കണ്ടെത്തിയത്? രുദ്ര, നമ്മൾ വലിയൊരു തെറ്റായ നിഗമനത്തിലാണ് കേസ് അവസാനിപ്പിക്കാൻ നോക്കിയത്, ഫെലിക്സ് സ്ക്രീനിലേക്ക് ചൂണ്ടി പറഞ്ഞു. ഞാൻ ആ പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഫോട്ടോകളും ടിഷ്യൂ സാമ്പിളുകളും വീണ്ടും പരിശോധിച്ചു. ഭവാനി അമ്മയുടെ കഴുത്തിൽ കാണുന്ന ആ 2 പാടുകൾ കണ്ടോ? ലോക്കൽ പോലീസ് എഴുതിയത് ഇത് വിവേക് കഴുത്തുഞെരിക്കുമ്പോൾ ഉണ്ടായ മൽപ്പിടുത്തത്തിന്റെ പാടുകളാണെന്നാണ്. നമ്മൾ വിചാരിച്ചത് ഇത് സുരേഷ് ഗ്ലൗസ് ധരിച്ച് ചെയ്തതാണെന്നും. എന്നാൽ മൈക്രോസ്കോപ്പിക് ടിഷ്യൂ അനാലിസിസ് തികച്ചും മറ്റൊരു കഥയാണ് പറയുന്നത്. എന്താ സാർ, ആ പാടുകളിൽ എന്താണ് കുഴപ്പം? കുഞ്ഞുമോൻ സംശയത്തോടെ ചോദിച്ചു. കുഞ്ഞുമോനെ, ഒരു ജീവനുള്ള മനുഷ്യന്റെ കഴുത്തു ഞെരിച്ചുമ്പോൾ ആ സമ്മർദ്ദം കാരണം തൊലിപ്പുറത്തുള്ള കോശങ്ങളിൽ രക്തസ്രാവമുണ്ടാകും. ഇതിനെ നമ്മൾ വൈറ്റൽ റിയാക്ഷൻ എന്ന് പറയും. ഭവാനി അമ്മയുടെ കഴുത്തിലെ താഴത്തെ പാടിൽ ശക്തമായ രക്തസ്രാവവും കോശങ്ങളുടെ തകർച്ചയും കാണാം. അതായത് ആ പാട് വീഴുമ്പോൾ ഭവാനിയമ്മ ജീവനോടെയായിരുന്നു. എന്നാൽ അതിന് മുകളിലുള്ള 2ാമത്തെ പാട് നോക്കൂ. അവിടെ യാതൊരുവിധ വൈറ്റൽ റിയാക്ഷനുമില്ല, രക്തസ്രാവമില്ല, കോശങ്ങൾക്ക് വീക്കമില്ല. ഇതിനർത്ഥമെന്താണെന്ന് മനസ്സിലായോ? രുദ്രന്റെ കണ്ണുകൾ പെട്ടെന്ന് തണുത്തുറഞ്ഞു. അവൻ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതായത് 2ാമത്തെ പാട് വീഴുമ്പോൾ ഭവാനിയമ്മ ഇതിനകം തന്നെ മരണപ്പെട്ടിരുന്നു. അവളൊരു ശവമായി മാറിയതിനു ശേഷമാണ് ആരോ വീണ്ടും അവളുടെ കഴുത്തിൽ ഞെരിക്കാൻ ശ്രമിച്ചത്. രുദ്രൻ പറഞ്ഞു. കൃത്യമായി പറഞ്ഞു രുദ്ര. ഫെലിക്സ് തന്റെ കസേരയിലേക്ക് ചാരിയിരുന്നു. സുരേഷ് അന്ന് രാത്രി ആ വീട്ടിൽ കയറി ഭവാനിയമ്മയെ കഴുത്തുഞെരിക്കാൻ നോക്കുമ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. സുരേഷ് ഞെരിച്ചത് ഒരു ശവത്തെയാണ്. അവൻ വിചാരിച്ചു അവൻ തന്നെയാണ് കൊന്നതെന്നും. അഞ്ജലിയും വിചാരിച്ചു അവൾ തന്നെയാണ് ആ കൊലപാതകത്തിന് സാക്ഷി വഹിച്ചതെന്നും. അതുകൊണ്ടാണ് സുരേഷ് കുറ്റബോധം കൊണ്ടും മിനി മൊഴി നൽകിയതും കൊണ്ട് പോലീസിനെ കണ്ട് പേടിച്ച് ഓടിയത്. എന്നാൽ യഥാർത്ഥ മരണം അതിന് 1 മണിക്കൂർ മുമ്പ് സംഭവിച്ചിരുന്നു. അയ്യോ, അപ്പോൾ ഭവാനിയമ്മ മരിച്ചത് രാത്രി 10 മണിക്ക് തന്നെയാണ്. ആ സമയത്ത് വീട്ടിൽ ആരാണ് ഉണ്ടായിരുന്നത്? വിവേക്! കുഞ്ഞുമോന്റെ ശബ്ദം ഭയത്താൽ ഉയർന്നു. വിവേക്! രുദ്രൻ തന്റെ പോക്കറ്റിൽ കൈയിട്ട് ചിന്താവിഷ്ടനായി നടന്നു. വിവേക് അന്ന് രാത്രി 9:30 അമ്മയുമായി വഴക്കിട്ടു. 10:15 അവൻ ATM-ൽ കയറി പണം പിൻവലിച്ചു. അതായത് കൊലപാതകം നടന്ന 10 മണിക്ക് വിവേക് ഭവാനി നിവാസിലുണ്ടായിരുന്നു. അവൻ അമ്മയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം അവൻ ATM-ൽ പോയി തനിക്കൊരു ആലിബയുണ്ടാക്കി. വിവേക് പുറത്തുപോയതിനു ശേഷമാണ് അഞ്ജലിയും സുരേഷും അവിടെ എത്തിയത്. ഭവാനിയമ്മയെ സോഫയിൽ കിടക്കുന്നത് കണ്ട് സുരേഷ് അവളെ വീണ്ടും ഞെരിക്കാൻ നോക്കി. അവൻ വിചാരിച്ചു അവൻ തന്നെയാണ് കൊന്നതെന്ന്. അവർ വിവേകിനെ കൊടുക്കാൻ വേണ്ടി ആ കിച്ചൺ പ്ലാൻ തയ്യാറാക്കി. പക്ഷേ അവർ അറിഞ്ഞില്ല വിവേക് അതിനകം തന്നെ അമ്മയെ കൊന്നുകഴിഞ്ഞിരുന്നു എന്ന്. അതേ രുദ്ര, ഫെലിക്സ് പറഞ്ഞു. വിവേക് പൂർണ്ണമായും വലങ്കയ്യനാണ്. ഭവാനി അമ്മയെ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തിയ പാട് വലങ്കൈ കൊണ്ടുള്ള സമ്മർദ്ദം കൊണ്ടുണ്ടായതാണ്. സുരേഷ് ഇടങ്കയ്യനല്ലാത്തതുകൊണ്ട് അവൻ ഗ്ലൗസ് ധരിച്ചു ചെയ്ത ആ 2ാമത്തെ പാട് ഒന്നിനും കൊള്ളാത്തതായി മാറി. വിവേക് നമ്മളോട് സംസാരിച്ചപ്പോൾ വളരെ നിസ്സഹായനായ ഒരു ഇരയെപ്പോലെയാണ് അഭിനയിച്ചത്. അവൻ തന്റെ ഡിപ്രഷൻ വെറുമൊരു ആയുധമാക്കുകയായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ഒരു സൈക്കോപ്പതി കൊലയാളിയാണ്. സർ, അപ്പോൾ നമ്മൾ 3 വർഷം ജയിലിൽ കിടന്ന നിരപരാധിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ യഥാർത്ഥ കൊലയാളിയെ തന്നെയാണ് നമ്മൾ പുറത്തെത്തിക്കാൻ പോകുന്നത്. ലോക്കൽ പോലീസ് തയ്യാറാക്കിയ ആ തെറ്റായ കുറ്റപത്രം കാരണം ഇപ്പോൾ വിവേക് കുറ്റവിമുക്തനായി പുറത്തിറങ്ങും. കാരണം പോലീസിന്റെ കഥയനുസരിച്ച് മരണം നടന്നത് 11:30.
ആ സമയത്ത് വിവേക് വീട്ടിലില്ല എന്ന് നമ്മൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. നിയമപരമായി അവനെ ഇനി ശിക്ഷിക്കാൻ കഴിയില്ലേ സാർ? കുഞ്ഞുമോന്റെ മുഖത്ത് വലിയ ആശങ്കയുണ്ടായിരുന്നു. നിയമത്തിന്റെ വലിയൊരു പരിമിതിയാണിത് കുഞ്ഞുമോനെ, രുദ്രൻ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഡബിൾ ജിയോപാഡി, ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് 2 തവണ വിചാരണ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. വിവേക് അപ്പീൽ വഴി പുറത്തിറങ്ങിയാൽ അവനെ വീണ്ടും അതേ കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവൻ കൊലയാളിയാണ് എന്ന സത്യം എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ അവനെ നേരിട്ട് കാണണം. ജയിലിൽ വെച്ച് അവൻ നമ്മളോട് പറഞ്ഞ ഓരോ വാക്കുകളും ഒരു വലിയ തിരക്കഥയുടെ ഭാഗമായിരുന്നു. ആ ബ്രൗൺ കവർ നമ്മൾക്ക് അയച്ചു തന്നത് അവൻ തന്നെ അയച്ചതാണെന്നോ? സ്വന്തം അമ്മയെ കൊന്ന ഫോട്ടോ അവൻ തന്നെ പോലീസിന് അയച്ചിരുമോ സാർ? അവൻ അയച്ചതാണ് കുഞ്ഞുമോനെ. രുദ്രൻ തന്റെ കട്ടിമീശ ഒന്ന് വടിച്ചു. അവൻ ജയിലിൽ കിടന്ന് മടുത്തിരുന്നു. സുരേഷും അഞ്ജലിയും സുഖമായി ജീവിക്കുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. താൻ പുറത്തിറങ്ങണമെങ്കിൽ ഈ കേസിൽ ഒരു വിള്ളലുണ്ടാകണം എന്നവൻ അറിയാമായിരുന്നു. അവൻ ആ ഫോട്ടോ എവിടെ നിന്നോ സംഘടിപ്പിച്ചു. അത് നമുക്ക് അയച്ചു തന്നു. നമ്മൾ അതുവച്ച് അന്വേഷണം നടത്തി സുരേഷിനെയും അഞ്ജലിയെയും പ്രതികളാക്കി. ഇതോടെ ലോക്കൽ പോലീസിന്റെ കുറ്റപത്രം പൊളിഞ്ഞു. വിവേകിന് നിയമപരമായി പുറത്തിറങ്ങാൻ വഴി തെളിഞ്ഞു. അവൻ വളരെ ആസൂത്രിതമായി നമ്മളെ ഉപയോഗിക്കുകയായിരുന്നു. ഫെലിക്സ് തന്റെ മോണിറ്ററുകൾ ഓഫ് ചെയ്തു. ലാബിൽ പെട്ടെന്ന് വലിയൊരു നിശബ്ദത പടർന്നു. രുദ്ര, ഇത് വലിയൊരു കെണിയാണ്. വിവേക് പുറത്തിറങ്ങിയാൽ അവൻ കൂടുതൽ അപകടകാരിയാകും. സ്വന്തം അമ്മയെ കൊന്ന ശേഷം ഒരു കൂസലുമില്ലാതെ 3 വർഷം ജയിലിൽ കിടന്ന് പോലീസിനെ കൊണ്ടുതന്നെ തന്റെ മോചന വഴി തുറപ്പിച്ച അവൻ സാധാരണക്കാരനല്ല. നീ എന്തു ചെയ്യാൻ പോകുന്നു? വിവേകിന്റെ ആ റിലീസ് ഓർഡർ ഇപ്പോൾ തന്നെ കോടതി തയ്യാറാക്കുന്നുണ്ടാകും. അവൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അവന്റെ ആ യഥാർത്ഥ മുഖം കാണണം. അവൻ ധരിച്ചിരിക്കുന്ന ആ സത്യത്തിന്റെ മുഖമൂടി എനിക്ക് വലിച്ചു കീറണം. രുദ്രൻ ലാബിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. പുറത്ത് മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. ഇലകളിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം വായുവിൽ നിഗൂഢത പടർത്തിക്കൊണ്ടിരുന്നു. കുഞ്ഞുമോൻ ജീപ്പിന്റെ എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഈ കേസിലെ സത്യത്തിന്റെ മുഖമൂടി ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇരയെന്ന് കരുതിയവൻ കൊലയാളിയും കൊലയാളിയെന്ന് കരുതിയവർ വെറുമൊരു കളിപ്പാവകളുമായി മാറുന്ന ഈ വിചിത്രമായ കേസിലെ അടുത്ത അംഗത്തിന് രുദ്രൻ തയ്യാറെടുക്കുകയായിരുന്നു. രുദ്രൻ നായർ മേശപ്പുറത്തേക്ക് ആ വെള്ള പേപ്പർ പതുക്കെ തള്ളിവെച്ചു. അത് തിരുവനന്തപുരം ഹൈക്കോടതിയിൽ നിന്ന് ഫാക്സ് വഴി ജയിൽ സൂപ്രണ്ടിന് ലഭിച്ച ഔദ്യോഗിക റിലീസ് ഓർഡറായിരുന്നു. ക്രൈം നമ്പർ 412/2023. വിവേക് പൂർണ്ണമായും കുറ്റവിമുക്തനായിരിക്കുന്നു. രുദ്രന്റെ തൊട്ടരികിൽ കുഞ്ഞുമോൻ കടുത്ത ദേഷ്യത്തോടെ വിവേകിനെ നോക്കി നിൽക്കുകയായിരുന്നു. വിവേക് ഇത്തവണ കുനിഞ്ഞ ചുമലുകളോടെ അല്ല വന്നത്. അവന്റെ തോളുകൾ നിവർന്നിരുന്നു. അവന്റെ കണ്ണുകളിൽ മുൻപുണ്ടായിരുന്ന ആ ശൂന്യതയും കണ്ണീരും എങ്ങോ മറഞ്ഞിരുന്നു. പകരം അവയിൽ തിളങ്ങി നിന്നത് ഒരുതരം പരിഹാസവും വിജയശ്രീലാളിതനായ ഒരുവന്റെ ആത്മവിശ്വാസവുമായിരുന്നു. അവൻ രുദ്രനു മുന്നിലെ കസേരയിലേക്ക് പതുക്കിയിരുന്നു. അവൻ തന്റെ കൈകൾ മേശപ്പുറത്ത് നിവർത്തിവെച്ചു. വലത് കൈപ്പത്തിയിലെ ആ കട്ടിയുള്ള ഞരമ്പുകൾ രുദ്രൻ സൂക്ഷിച്ചു നോക്കി. ആ കൈകൾ കൊണ്ടാണ് അവൻ സ്വന്തം അമ്മയുടെ ജീവനെടുത്തത്. രുദ്രൻ സാർ, വിവേകിന്റെ ശബ്ദം ഇത്തവണ വളരെ ദൃഢമായിരുന്നു. അവൻ നേർത്തൊരു ചിരിയോടെ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ റിലീസ് ഓർഡർ വന്നിട്ടുണ്ടല്ലേ? ഞാൻ ഫയലുകൾ ഒപ്പിടാൻ വേണ്ടി വാർഡൻ പറഞ്ഞപ്പോഴാണ് സാർ വീണ്ടും വന്ന വിവരമറിഞ്ഞത്. എന്നെ സഹായിച്ചതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ. നിങ്ങളുടെ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കേണ്ടി വന്നേനെ. വിവേക്, രുദ്രന്റെ ശബ്ദം കനുത്തു. നീ വിജയിച്ചിരിക്കുന്നു. ഈ പേപ്പർ നിന്റെ മോചനപത്രമാണ്. നിയമം നിന്നെ ഇന്നൊരു സ്വതന്ത്ര മനുഷ്യനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് നിന്റെ ഈ പരിഹാസത്തിന് പിന്നിലെ ആ കൊലയാളിയെ കാണണം. നീ നിന്റെ അമ്മ ഭവാനിയമ്മയെ എന്തിനാണ് കഴുത്തുഞെരിച്ചു കൊന്നത്? വിവേക് പതുക്കെ പുറകോട്ട് ചാരിയിരുന്നു. അവൻ തന്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ ടിഷ്യൂ എടുത്ത് കൈ തുടച്ചു. അവൻ ആ ടിഷ്യൂ പേപ്പർ ചുരുട്ടി മേശപ്പുറത്ത് വെച്ചത് തന്റെ വലത് കൈ ഉപയോഗിച്ചാണ്. ഞാൻ കൊന്നോ? സാർ എന്താണീ പറയുന്നത്? വിവേക് ഉറക്കെ ചിരിച്ചു. കോടതി എന്നെ നിരപരാധിയാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. സുരേഷും അഞ്ജലിയും ചേർന്നാണ് അമ്മയെ കൊന്നതെന്നും ഹോം നേഴ്സ് മിനി സാക്ഷിയാണെന്നും പോലീസിനിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെയിരിക്കെ സാർ എന്തിനാണ് വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുന്നത്? സുരേഷും അഞ്ജലിയും മിനിയും ചേർന്നാണ് നിന്നെ കുടുക്കാൻ വേണ്ടി ആ കിച്ചൺ പ്ലാൻ തയ്യാറാക്കിയത് എന്നത് ശരിയാണ്. രുദ്രൻ മുന്നോട്ടാഞ്ഞു. പക്ഷേ സുരേഷ് അന്ന് രാത്രി 11 മണിക്ക് ആ വീട്ടിൽ കയറി നിന്റെ അമ്മയുടെ കഴുത്തിൽ ഞെരിക്കുമ്പോൾ അവൾ ഇതിനകം മരണപ്പെട്ടിരുന്നു എന്ന് ഡോക്ടർ ഫെലിക്സ് ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. കൊലപാതകം നടന്നത് രാത്രി 10 മണിക്കാണ്. ആ സമയത്ത് അഞ്ജലിയോ സുരേഷോ ആ വീട്ടിലുണ്ടായിരുന്നില്ല. നീ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. നീ നിന്റെ വലം കൈകൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. അതിനുശേഷമാണ് നീ ATMൽ പോയി ആലിബൈ ഉണ്ടാക്കിയത്. വിവേക് കുറച്ചു സമയം രുദ്രനെ തന്നെ നോക്കി നിന്നു. അവന്റെ മുഖത്തെ ഭാവങ്ങൾ പതുക്കെ മാറി. ആ കപട ദുഃഖവും നിസ്സഹായതയും പൂർണ്ണമായും അപ്രത്യക്ഷമായി.
അവന്റെ ചുണ്ടുകളിൽ ഒരു പൈശാചികമായ ചിരി പടർന്നു. സാർ ഒരു ജീനിയസ് തന്നെയാണ്. വിവേക് പതുക്കെ കൈയടിച്ചു. ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ സാർ സത്യം കണ്ടെത്തി. അതെ, ഞാൻ തന്നെയാണ് ആ കിളവിയെ കൊന്നത്. സ്വന്തം മകൻ ആവശ്യത്തിന് പണം നൽകാതെ, വീടും പറമ്പും പണയം വെക്കാൻ അനുവദിക്കാതെ എന്നെ കടക്കിണിയിലാക്കി കൊല്ലാൻ നോക്കിയവളാണവൾ. അവളോട് ഞാൻ പലതവണ ആവശ്യപ്പെട്ടതാണ്. അവൾ അനുസരിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ കഴുത്തിൽ പിടിച്ചു. വെറും 5 മിനിറ്റ് അവൾ സോഫയിൽ കിടന്ന് പിടഞ്ഞു തീർന്നു. വലം കൈകൊണ്ടാണ് ഞാനത് ചെയ്തത്. കുഞ്ഞുമോൻ തന്റെ കയ്യിലിരുന്ന കട്ടികൂടിയ പേന മേശപ്പുറത്ത് ദേഷ്യത്തോടെ അടിച്ചു. കൊടും പാപിയാണ് വിവേക്. സ്വന്തം അമ്മയെ കൊന്നിട്ട് നീ പോലീസിനെയും നിയമത്തെയും പരിഹസിക്കുകയാണോ? പരിഹസിക്കുകയില്ല കുഞ്ഞുമോൻ സാറേ, ഞാൻ നിയമത്തെ ഉപയോഗിക്കുകയാണ്. വിവേക് രുദ്രന്റെ നേരെ വിരൽ ചൂണ്ടി. സാർ ചിന്തിച്ചു നോക്കൂ, ഞാൻ അന്ന് രാത്രി അവിടെ നിന്ന് പോയതിനു ശേഷമാണ് ആ സുരേഷും അഞ്ജലിയും അവിടെ വന്നത്. അവർ വിചാരിച്ചു അവരാണ് കൊന്നതെന്ന്. മിനിയെക്കൊണ്ട് ആഹാരം ചൂടാക്കിച്ചതും ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതുമെല്ലാം അവരാണ്. ഞാനതെല്ലാം ജയിലിലിരുന്ന് മനസ്സിലാക്കി. എന്റെ വക്കീൽ എന്നോട് പറഞ്ഞു, പോലീസ് അന്ന് കുറ്റപത്രം തയ്യാറാക്കിയത് 11:30 മരണം നടന്നു എന്ന തിയറിയിലാണ്. അത് തെറ്റാണെന്ന് സ്ഥാപിച്ചാൽ എനിക്ക് റിലീസ് കിട്ടുമെന്ന്. പക്ഷെ അത് തെളിയിക്കാൻ പോലീസിനെ കൊണ്ട് തന്നെ ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ജയിലിന് പുറത്തുള്ള എൻ്റെ ഒരു വിശ്വസ്തൻ വഴി നിങ്ങളുടെ ഓഫീസിലേക്ക് അയച്ചത്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സാർ ആ ഫോട്ടോയിൽ വീണു. നിങ്ങൾ അന്വേഷണം നടത്തി സുരേഷിനെ പൊക്കി, മിനിയുടെ മൊഴിയെടുത്തു. പോലീസിന്റെ അന്നത്തെ കേസ് ടൈം ലൈൻ മുഴുവനായി പൊളിഞ്ഞു. ഇതോടെ എൻ്റെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. ഞാനിപ്പോൾ ഒരു സ്വതന്ത്ര മനുഷ്യനാണ് സാർ. പക്ഷേ വിവേക്, നീ യഥാർത്ഥ കൊലയാളിയാണെന്ന് ഞാനിപ്പോൾ കോടതിയെ അറിയിക്കും. എൻ്റെ കയ്യിൽ ഫോറൻസിക് റിപ്പോർട്ടുണ്ട്. രുദ്രന്റെ ശബ്ദത്തിൽ വലിയ പ്രതികാരബുദ്ധിയുണ്ടായിരുന്നു. അറിയിക്കൂ സാർ, കോടതിയിൽ പോയി പറയൂ. വിവേക് പരിഹാസത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേച്ചു. ഡബിൾ ജിയോപാഡി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20(2) എന്നെ ഇതേ കൊലപാതകത്തിന് വീണ്ടും ശിക്ഷിക്കാൻ കഴിയില്ല. ഹൈക്കോടതി എന്നെ അക്വിറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി സാർ എന്ത് തെളിവ് കൊണ്ടുവന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിയമത്തിന്റെ മുന്നിൽ കുറ്റവിമുക്തനാണ്. സാർ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതിന് നന്ദി പറയാനാണ് ഞാനിത് തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുഖത്ത് കടുത്ത ദേഷ്യവും നിരാശയും ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തി. വിവേക്, നീ നിയമത്തിന്റെ കൺകെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. രുദ്രൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. നീ പുറത്തിറങ്ങുന്നത് യഥാർത്ഥത്തിൽ നിന്റെ വലിയൊരു തകർച്ചയിലേക്കാണ്. വിനോദിന്റെ പേര് കേട്ടപ്പോൾ വിവേകിന്റെ ചുണ്ടിലെ ആ പുഞ്ചിരി അല്പം മങ്ങി. എങ്കിലും അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. വിനോദോ? അവൻ വെറുമൊരു വർക്ക്ഷോപ്പുകാരനാണ് സർ. അവന് ഞാൻ പേടിക്കില്ല. ഞാൻ എന്റെ ജീവിതം ആസ്വദിക്കാൻ പോവുകയാണ്. ഗുഡ് ബൈ സർ. രുദ്രനും കുഞ്ഞുമോനും പൂജപ്പൂര ജയിലിന്റെ പൂമുഖത്ത് നിന്നു. വിവേക് ജയിൽ വസ്ത്രങ്ങൾ മാറി പുതിയ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്ക് വന്നു. അവൻ ആ വലിയ ചുവന്ന ഗേറ്റിന് പുറത്തേക്ക് ചുവടുവെച്ചു. പുറത്ത് റോഡിലേക്ക് നടക്കുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി രുദ്രന് നേരെ കൈവീശി കാണിച്ചു. ആ കറുത്ത ചിരി ആ മഴയത്തും വ്യക്തമായി കാണാമായിരുന്നു. സാർ, സ്വന്തം അമ്മയെ കൊന്ന ഒരു കൊലയാളി നമ്മുടെ മുന്നിലൂടെയാണ് നടന്നുപോകുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ സാർ. ഈ സിസ്റ്റത്തോട് എനിക്ക് കടുത്ത വെറുപ്പ് തോന്നുന്നു. കുഞ്ഞുമോൻ തന്റെ കയ്യിലെ വടി കരിങ്കൽ ചുവരിലിടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു. ദേഷ്യപ്പെടരുത് കുഞ്ഞുമോനെ. രുദ്രൻ പതുക്കെ ജീപ്പിലേക്ക് നടന്നു. നിയമം വഴിതിരിച്ചുവിട്ടാൽ അതിനു പിന്നിൽ പ്രവർത്തിച്ച ആ കറുത്ത ശക്തിയെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ അടുത്ത പടി. വിവേക് വിചാരിക്കുന്നത് അവൻ വിജയിച്ചു എന്നാണ്. പക്ഷേ അവൻ പുറത്തിറങ്ങുന്നത് വിനോദിന്റെ അടുത്ത കെണിയിലേക്കാണ്. വിനോദ് അഞ്ജലിയെയും സുരേഷിനെയും ഉപയോഗിച്ചത് വെറുതെയല്ല. അവൻ വിവേകിനെ ജയിലിൽ നിന്ന് പുറത്തെത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ജയിലിന്റെ സംരക്ഷണയിൽ കിടക്കുന്ന വിവേകിനേക്കാൾ വിനോദിന് എളുപ്പം പുറത്തു നിൽക്കുന്ന വിവേകിനെ കൊല്ലാനാണ്. വിനോദിന്റെ യഥാർത്ഥ ലക്ഷ്യം വിവേകിനെ ജീവനോടെ തീർക്കുക എന്നതാണ്. നമുക്കുടൻ തന്നെ കളമശ്ശേരിയിലെ കാവേരി എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലേക്ക് പോകണം. വിനോദ് ഇതിനകം പുതിയൊരു കളി തുടങ്ങിയിട്ടുണ്ടാകും. രുദ്രൻ ജീപ്പ് വേഗത്തിൽ മുന്നോട്ടെടുത്തു. കുഞ്ഞുമോൻ ഒരു വലിയ ഇരുമ്പുപാര ഉപയോഗിച്ച് കാവേരി എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിന്റെ ഓഫീസിലെ മരവാതിൽ ബലമായി തല്ലിത്തുറന്നു. രുദ്രൻ ടോർച്ചും മിന്നിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു. മുറിക്കുള്ളിൽ കനത്ത പൊടിയും എഞ്ചിൻ ഓയിലിന്റെ മണവുമായിരുന്നു. മേശപ്പുറത്ത് ഫയലുകളും കാറ്റലോഗുകളും ചിതറിക്കിടന്നിരുന്നു. വിനോദ് ഇതിനകം തന്നെ ഈ ഓഫീസ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടുവെന്ന് വ്യക്തമാണ്. ചുമരിൽ ഒരു പഴയ കലണ്ടർ തൂങ്ങിക്കിടന്നിരുന്നു. 2023 ഏപ്രിൽ മാസത്തിലെ കലണ്ടർ. അതിൽ ഏപ്രിൽ 12-ാം തീയതിക്ക് ചുറ്റും ഒരു കറുത്ത മാർക്കർ കൊണ്ട് വലിയൊരു വൃത്തം വരച്ചിട്ടുണ്ടായിരുന്നു. ഭവാനിയമ്മ കൊല്ലപ്പെട്ട ആ രാത്രി. സാർ, അവനിവിടെ ഉണ്ടായിരുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും ഹാർഡ് ഡിസ്കുകളും കൊണ്ടുപോയിട്ടുണ്ട്. ഓഫീസ് ഫയലുകൾ പലതും കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മൾ വന്ന വിവരം അവൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെന്ന് തോന്നുന്നു. രുദ്രൻ ഫയലുകൾക്കിടയിലൂടെ കൈയോടിച്ചു. അവനെല്ലാം നശിപ്പിച്ചുവെന്നു കരുതിയാലും അവന് നശിപ്പിക്കാൻ കഴിയാത്ത ഒന്നും അതിവിടെയുണ്ടാകും. അവന്റെ ഉള്ളിലെ ആ കനത്ത പകയുടെ അടയാളങ്ങൾ. ഈ ചുമരുകളിലും മേശവലിപ്പുകളിലും അത് കാണാം. നീ ആ മര അലമാരയുടെ ലോക്കൊന്ന് തകർക്കൂ.
കുഞ്ഞുമോൻ വേഗത്തിൽ ആ മര അലമാരയുടെ ലോക്ക് പാരകൊണ്ട് തല്ലിപ്പൊളിച്ചു. അലമാരയ്ക്കുള്ളിൽ ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. അതിനുള്ളിൽ പൊടിപിടിക്കാത്ത ഒരു കറുത്ത ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. രുദ്രൻ ആ ബാഗ് മേശപ്പുറത്തേക്കെടുത്തുവച്ചു. സിബ്ബർ തുറന്നപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്നത് ഒരു പഴയ ഫോട്ടോ ഫ്രെയിമും കുറച്ചു കത്തുകളും ഒരു ചുവന്ന കവർ ഡയറിയുമായിരുന്നു. രുദ്രൻ ആദ്യം ആ ഫോട്ടോ ഫ്രെയിം എടുത്തു പൊടി തുടച്ചു. അതിൽ വിനോദും ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമായിരുന്നു. പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു കട്ടി സ്വർണമാലയുണ്ടായിരുന്നു. ഇതാണ് രമ്യ, രുദ്രൻ പതുക്കെ പറഞ്ഞു. വിവേകിന്റെ ആദ്യ ഭാര്യ, 10 വർഷം മുമ്പ് മരിച്ചവൾ. ഈ മുഖത്തെ ചിരി കണ്ടോ? ഈ ചിരിയാണ് വിവേകും അവന്റെ അമ്മ ഭവാനിയമ്മയും ചേർന്ന് ഇല്ലായ്മ ചെയ്തത്. അവൾ ആത്മഹത്യ ചെയ്തപ്പോൾ വിനോദ് അനുഭവിച്ച വേദന എത്ര വലുതായിരിക്കുമെന്ന് ഈ കത്തുകൾ പറയും. രുദ്രൻ ആ ചുവന്ന ഡയറി തുറന്നു. അതിൽ രമ്യയുടെ കൈപ്പടയിൽ എഴുതിയ മലയാളം വരികളായിരുന്നു. ഏട്ടാ, എനിക്കിനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. വിവേകും അവന്റെ അമ്മ ഭവാനിയമ്മയും എന്നെ നിരന്തരം ഉപദ്രവിക്കുകയാണ്. അവർക്ക് കൂടുതൽ പണം വേണം. എന്റെ ആഭരണങ്ങളെല്ലാം അവർ പണയം വെച്ചു കഴിഞ്ഞു. ഞാൻ അമ്മയോട് കാശ് ചോദിക്കാൻ വിവേക് എന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് ഭയമാണേട്ടാ. വിവേകിന്റെ കണ്ണുകളിൽ മനുഷ്യത്വമില്ല. അവനൊരു മൃഗമാണ്. ഞാൻ പോവുകയാണേട്ടാ. ഡയറിയുടെ താളുകൾ മറിക്കുമ്പോൾ വിനോദിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പുകൾ കാണാമായിരുന്നു. അതും ഇടത് കൈകൊണ്ടുള്ള ചരിഞ്ഞ കൈപ്പടയായിരുന്നു. വിനോദ് പൂർണ്ണമായും ഒരിടംകയ്യനാണ്. സർ, നോക്കൂ, വിനോദിന്റെ എഴുത്ത് ഇടത് കൈകൊണ്ടാണ്. അപ്പോൾ അശോകന്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അവനല്ലെങ്കിൽ ആ ഗ്യാസ് സ്റ്റൗ തിരിച്ച് ഓഫ് ചെയ്തത് വിനോദ് തന്നെയാണ്. അവൻ അന്ന് രാത്രി ആ വീട്ടിൽ വന്നിരുന്നു സർ. കുഞ്ഞുമോൻ വിരൽ ചൂണ്ടി. അതേ കുഞ്ഞുമോനെ, രുദ്രൻ ഡയറി വായിച്ചുകൊണ്ട് പറഞ്ഞു. വിനോദ് അന്ന് രാത്രി ഭവാനി നിവാസിലുണ്ടായിരുന്നു. അവൻ തന്റെ പക വീട്ടാൻ ഒരു 10 വർഷത്തെ പദ്ധതിയാണ് തയ്യാറാക്കിയത്. അഞ്ജലി വിനോദിന്റെ അമ്മാവന്റെ മകളാണ്. വിനോദ് തന്നെയാണ് അഞ്ജലിയെ വിവേകിന്റെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടത്. വിവേകിനെ സാമ്പത്തികമായി തകർക്കാനും അവനെക്കൊണ്ട് അമ്മയുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വഴക്കിടിയിക്കാനും വിനോദ് അഞ്ജലിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. വിവേകിന്റെ ദേഷ്യക്കാരനായ സൈക്കോപ്പതിക് സ്വഭാവം വിനോദിന് നന്നായി അറിയാമായിരുന്നു. വിവേക് ഒരിക്കൽ അവന്റെ അമ്മയുടെ ജീവനെടുക്കുമെന്ന് വിനോദ് മുൻകൂട്ടി കണ്ടു. സർ, അതായത് വിവേക് അമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി വിനോദ് സാഹചര്യം ഒരുക്കുകയായിരുന്നു അല്ലേ? അതെ. വിവേക് അമ്മയെ കൊന്ന ആ രാത്രിയിൽ വിവേക് അവിടെ നിന്ന് പോയതിന് തൊട്ടു പിന്നാലെ വിനോദും സുരേഷും അവിടെ എത്തി. മൃതദേഹം കണ്ടതും അവർ ആ കിച്ചൺ പ്ലാൻ നടപ്പാക്കി. ഭക്ഷണം ചൂടാക്കി വെച്ചുകൊണ്ട് സമയം മാറ്റി വിവേകിനെ കുടുക്കി. വിവേക് ജയിലിലായി. പക്ഷേ വിനോദിന്റെ പക അവിടെ തീർന്നില്ല. ജയിലിൽ കിടന്നാൽ മാത്രം പോരാ, വിവേകിന് നിയമപരമായി രക്ഷപ്പെടാൻ ഒരു വിള്ളലുണ്ടാക്കണമെന്ന് വിനോദിന് അറിയാമായിരുന്നു. അവൻ തന്നെയാണ് ആ ഫോട്ടോ നമുക്ക് അയച്ചു തന്നത്. വിവേകിന്റെ അപ്പീൽ വിജയിക്കുമെന്നും അവൻ പുറത്തിറങ്ങുമെന്നും വിനോദ് പ്ലാൻ ചെയ്തു. വിവേക് പുറത്തിറങ്ങിയാൽ നേരിട്ട് വകവരുത്താൻ വിനോദിന് എളുപ്പമാകും. രുദ്രൻ ഡയറിയുടെ അവസാന പേജിലേക്ക് നോക്കി. അവിടെ ഒരു ഫോൺ നമ്പരും വിലാസവും എഴുതിയിരുന്നു. ഗോഡൌൺ നമ്പർ 4, പോർട്ട് ഏരിയ, തിരുവനന്തപുരം. കുഞ്ഞുമോനെ, അവൻ വിവേകിനെ വിടിഞ്ഞത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. രുദ്രൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. വിവേക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ വിനോദിന്റെ ആൾക്കാർ അവനെ വിടിഞ്ഞത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകും. വിനോദ് അവനെ തീർക്കാൻ പോവുകയാണ്. അവൻ നിയമത്തെ കയ്യിലെടുക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ വിഴിഞ്ഞത്തേക്ക് പോകണം. ശരി സാർ, കളമശ്ശേരിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് ഏകദേശം 5 മണിക്കൂർ ദൂരമുണ്ട്. നമ്മൾ എത്തുമ്പോഴേക്കും അവൻ വിവേകിനെ... കുഞ്ഞുമോൻ പരിഭ്രാന്തനായി. നമുക്ക് വണ്ടി നിർത്താതെ ഓടിക്കണം കുഞ്ഞുമോനെ. അവനെ കൊല്ലാൻ വിനോദിന് അവകാശമില്ല. വിനോദ് ഒരു ഇരയാണെങ്കിലും അവനിപ്പോൾ മറ്റൊരു കൊലയാളിയായി മാറുകയാണ്. നമ്മൾ ആ 2 കുറ്റവാളികളെയും പിടിക്കണം. വേഗം വാ. രുദ്രൻ ബാഗുമായി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഓടി. പുറത്ത് മഴയുടെ താണ്ഡവം അതിശക്തമായിരുന്നു. കനത്ത കാറ്റിൽ മരങ്ങൾ റോഡിലേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു. രുദ്രനും കുഞ്ഞുമോനും ജീപ്പിലേക്ക് കയറി അതിവേഗതയിൽ വിഴിഞ്ഞം ലക്ഷ്യമാക്കി വണ്ടിയോടിച്ചു. വഴിയിലുടനീളം രുദ്രന്റെ മനസ്സിൽ 10 വർഷം മുമ്പ് മരിച്ച രമ്യയുടെ ആ നിസ്സഹായമായ മുഖമായിരുന്നു. വിവേകിന്റെ ക്രൂരതയ്ക്കിരയായ അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ സഹോദരൻ തിരഞ്ഞെടുത്തത് ചോര പുരണ്ട മറ്റൊരു വഴിയായിരുന്നു. എന്നാൽ ആ വഴി അവസാനിക്കാൻ പോകുന്നത് മറ്റൊരു വലിയ ദുരന്തത്തിലായിരിക്കുമെന്ന് രുദ്രൻ നായർ ഉറപ്പിച്ചു. കാവേരി എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലെ പൊടിപിടിച്ച ആ ഓർമ്മകൾ ഈ കേസിന്റെ അവസാന കവാടത്തിലേക്ക് വെളിച്ചം വീശിയിരിക്കുന്നു. വിഴിഞ്ഞത്തിന്റെ ഇരുണ്ട കടപ്പുറത്തെ ആ ഗോഡൌണിൽ വെച്ച് സത്യത്തിന്റെ വിധി നിർണയിക്കപ്പെടാൻ പോകുകയാണ്. രുദ്രൻ തന്റെ സർവീസ് റിവോൾവർ കയ്യിലെടുത്ത് ഗോഡൌണിന്റെ തകർന്ന മരവാതിലിലൂടെ അകത്തേക്ക് ചുവടുവെച്ചു. ഒപ്പം പാരയുമായി കുഞ്ഞുമോനുമുണ്ടായിരുന്നു. ഗോഡൌണിന്റെ തറയിൽ മുഴുവൻ ഉപ്പുവെള്ളവും ചളിയും കെട്ടിക്കിടക്കുകയായിരുന്നു. ഒരു വശത്ത് പഴയ മരപ്പെട്ടികൾ കൂട്ടിയിട്ടിരിക്കുന്നു.
പെട്ടെന്നാണ് കനത്ത ഇരുട്ടിനുള്ളിൽ നിന്ന് ഒരു ഭ്രാന്തൻ ചിരിയുടെ ഒച്ച കേട്ടത്. അമ്മേ, എന്നെ വിട്! രമ്യേ, നിന്റെ കണ്ണുകൾ എന്നെ നോക്കുന്നു. ആ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് പുകയുയരുന്നു. എന്നെ തുടരുത്, ഞാൻ കൊന്നതല്ല. വിവേക് നിലവിളിച്ചുകൊണ്ട് ചളിയിലൂടെ ഉരുളുകയായിരുന്നു. അവന്റെ വസ്ത്രങ്ങളെല്ലാം കീറിയിരുന്നു. അവന്റെ നഖങ്ങൾ കൊണ്ട് അവൻ സ്വന്തം മുഖത്തും നെഞ്ചിലും മാന്തി പൊളിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ഭ്രാന്തമായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ശൂന്യമായ വായുവിനോട് സംസാരിക്കുകയും ആരോ തന്നെ കഴുത്തു ഞെരിക്കുന്നു എന്ന് പറഞ്ഞ് പിടയുകയും ചെയ്യുകയായിരുന്നു. രുദ്രൻ ടോർച്ച് മുന്നിലേക്ക് തിരിച്ചു. അവിടെ ഒരു മരക്കസേരയിൽ ശാന്തനായി വിനോദിരിക്കുകയായിരുന്നു. വിനോദിന്റെ കയ്യിലൊരു ശൂന്യമായ ഗ്ലാസ് ഉണ്ടായിരുന്നു. അവൻ ഇടതു കൈകൊണ്ട് ആ ഗ്ലാസ് മേശപ്പുറത്തു വെച്ചു. അവന്റെ മുഖത്ത് യാതൊരു ഭയവുമില്ലായിരുന്നു. പകരം കനത്ത സമാധാനമായിരുന്നു. വിനോദ്, തോക്ക് താഴെയിടൂ, കൈകൾ ഉയർത്തു, രുദ്രൻ ആജ്ഞാപിച്ചു. വിനോദ് പതുക്കെ എഴുന്നേറ്റു നിന്നു. അവൻ തന്റെ കൈകൾ ഉയർത്തി. തോക്കെന്റെ കയ്യിലില്ല രുദ്രൻ സാറേ, ഞാനൊരു മെക്കാനിക്കാണ്, ഞാൻ കൊലയാളിയല്ല. ഞാൻ എന്റെ സഹോദരിക്ക് വേണ്ടി ഈ ലോകത്തിന് നീതി കാണിച്ചു കൊടുക്കുകയായിരുന്നു. നീ വിവേകിന് എന്ത് നൽകി വിനോദ്? അവൻ എന്താണ് ഈ കാണിക്കുന്നത്? കുഞ്ഞുമോൻ വിറച്ചുകൊണ്ട് ചോദിച്ചു. ഒരു ലളിതമായ മരുന്ന് കുഞ്ഞുമോൻ സാറേ. വിനോദ് പതുക്കെ വിവേകിലേക്ക് വിരൽ ചൂണ്ടി. എന്റെ കാവേരി എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ ഞാൻ ഉപയോഗിക്കുന്ന ചില ഓർഗാനോ ഫോസ്ഫേറ്റ് കെമിക്കലുകളിൽ നിന്നും തമിഴ്നാടിൽ നിന്ന് ഞാൻ വരുത്തിയ ഒരു പ്രത്യേകതരം ന്യൂറോടോക്സിനിൽ നിന്നും ഉണ്ടാക്കിയ ഒരു മിശ്രിതമാണ് ഞാൻ വിവേകിന് നൽകിയത്. അവൻ ജയിലിൽ നിന്നിറങ്ങിയ ഉടൻ തന്നെ എന്റെ ആൾക്കാർ അവന് വലിയൊരു തുക നൽകാമെന്ന് പറഞ്ഞ് ഈ ഗോഡൌണിലേക്ക് കൊണ്ടുവന്നതാണ്. അവൻ പണത്തിനായുള്ള ആർത്തി കൊണ്ട് ആ മദ്യം കുടിച്ചു. ആ മദ്യം അവന്റെ ചിന്താശേഷിയെ പൂർണ്ണമായി നശിപ്പിച്ചു കഴിഞ്ഞു. നീ അവനെ കൊല്ലുകയാണോ ചെയ്തത് വിനോദ്? രുദ്രൻ ചോദിച്ചു. ഇല്ല സാർ, ഞാൻ അവനെ കൊന്നാൽ അത് നിയമത്തിന്റെ മുന്നിൽ മറ്റൊരു കൊലപാതകമാകും. ഞാൻ അവനെ ജീവനോടെ വിടുകയാണ്. പക്ഷേ ഈ ജീവിതം മരണത്തെക്കാൾ ഭീകരമായിരിക്കും. ഈ ന്യൂറോടോക്സിൻ അവന്റെ നാഡീവ്യവസ്ഥയെ ബാധിച്ചു. അവൻ ഇനി ഒരിക്കലും സുഖം പ്രാപിക്കില്ല. അവൻ തന്റെ ജീവിതം മുഴുവൻ ഈ ഭ്രാന്തിന്റെ ഇരുട്ടിലായിരിക്കും. അവൻ അമ്മയെ കൊന്നതും എന്റെ അനിയത്തിയെ പീഡിപ്പിച്ചതുമെല്ലാം അവനു മുന്നിൽ നിരന്തരമായി അനുഭവപ്പെടും. ആ ഓർമ്മകളുടെ പ്രേതങ്ങൾ അവനെ ഉറങ്ങാൻ അനുവദിക്കില്ല. അവൻ തന്റെ സ്വന്തം ശരീരത്തിൽ തന്നെ നോവിച്ച് ജീവച്ഛവമായി മാറും. ഇതാണ് രമ്യയുടെ ആത്മാവിന് ഞാൻ നൽകിയ നീതി. വിനോദിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ പതുക്കെ ഒഴുകിയിറങ്ങി. വിവേക് അപ്പോഴും തറയിൽ കിടന്ന് അലറുകയായിരുന്നു. അവൻ രുദ്രന്റെ കാലിലേക്ക് ഇഴഞ്ഞു വന്നു. സാർ, എന്നെ രക്ഷിക്കൂ. ആ അമ്മ ഇവിടെ നിൽക്കുന്നു. അമ്മയുടെ കൈകൾ എന്റെ കഴുത്തിലാണ്. രമ്യ എന്നെ നോക്കി ചിരിക്കുന്നു. സാർ, എന്നെ വീണ്ടും ആ ജയിലിലേക്ക് കൊണ്ടുപോകൂ. എനിക്ക് ജയിൽ മതി സാർ, ഈ നരകം വേണ്ട. വിവേക് കരഞ്ഞു പറഞ്ഞു. രുദ്രൻ പതുക്കെ വിവേകിനെ നോക്കി. 3 വർഷമായി ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ മെനഞ്ഞ ആ തന്ത്രങ്ങളെല്ലാം ഇന്ന് വിനോദിന്റെ കറുത്ത നീതിക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അവൻ ഇന്നൊരു വലിയ തടവറയിലാണ്, സ്വന്തം തലച്ചോറിന്റെ ഭ്രാന്തൻ മുറിയിൽ. വിനോദ്, നീ ചെയ്തത് നിയമവിരുദ്ധമാണ്. രുദ്രൻ വിനോദിന് നേരെ കൈവിലങ്ങ് നീട്ടി. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. നീ ചെയ്ത കുറ്റത്തിന് നീ നിയമത്തിന്റെ മുന്നിൽ വിചാരണ നേരിടേണ്ടി വരും. ഞാൻ തയ്യാറാണ് രുദ്രൻ സാരെ. വിനോദ് തന്റെ കൈകൾ വിലങ്ങണിയാനായി മുന്നോട്ടു നീട്ടി. എനിക്കിനി യാതൊരു ദുഃഖവുമില്ല. ഞാൻ ജയിലിൽ പോകാൻ സന്തോഷത്തോടെ തയ്യാറാണ്. എന്റെ അനിയത്തി രമ്യയ്ക്ക് ഇപ്പോൾ സമാധാനം കിട്ടിയിട്ടുണ്ടാകും. സാർ, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ. കുറച്ചു സമയത്തിനു ശേഷം ആംബുലൻസും പോലീസും എത്തി വിവേകിനെ കൊണ്ടുപോയി. മാനസിക രോഗാശുപത്രിയിലെ ആ തണുത്ത മുറിയിലേക്കാണ് അവൻ ഇനി പോകുന്നത്. വിനോദ് പോലീസുകാരുടെ കൂടെ ശാന്തനായി ജീപ്പിലേക്ക് കയറി. രുദ്രൻ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് നടന്നു. മഴ പതുക്കെ പെയ്തു തോർന്നിരുന്നു. കടലിലെ തിരമാലകൾ അപ്പോഴും വലിയ ശബ്ദത്തോടെ പാറക്കെട്ടുകളിൽ വന്നിടിച്ചു തകർന്നുകൊണ്ടിരുന്നു. കാറ്റിൽ ഉപ്പുവെള്ളത്തിന്റെ നേർത്ത കണങ്ങൾ അവന്റെ മുഖത്തു പതിച്ചു. സാർ, ഈ കേസ് അവസാനിച്ചല്ലോ സാർ. എങ്കിലും എന്റെ മനസ്സിൽ വലിയൊരു ഭാരമുണ്ട്. നമ്മൾ അന്വേഷണം നടത്തി അവസാനം ഈ കൊലയാളിയെ പുറത്തെത്തിച്ചപ്പോൾ അവനെ വിധി മറ്റൊരു രീതിയിലാണ് ശിക്ഷിച്ചത്. നീതി ചിലപ്പോൾ വളരെ വൈകിയാണ് വരുന്നത്. കുഞ്ഞുമോൻ ജീപ്പിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു. കുഞ്ഞുമോനെ, മനുഷ്യന്റെ നിയമങ്ങൾക്ക് പലപ്പോഴും പരിമിതികളുണ്ട്. രുദ്രൻ കടലിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. നമ്മൾ കരിങ്കൽ മതിൽക്കെട്ടുകൾ കൊണ്ടാണ് ജയിലുകൾ പണിയുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ജയിൽ മനുഷ്യൻ തന്റെ ഉള്ളിൽ തന്നെ പണിയുന്നുണ്ട്, അവന്റെ സ്വന്തം തെറ്റുകൾ കൊണ്ടും കുറ്റബോധം കൊണ്ടും. വിവേക് പുറത്തുപോയിട്ടും ഒരിക്കലും സ്വതന്ത്രനായിരുന്നില്ല. അവൻ തന്റെ അമ്മയെ കൊന്ന നിമിഷം മുതൽ അവൻ ആ ഭ്രാന്തിലേക്ക് നടക്കുകയായിരുന്നു. ഈ പ്രകൃതിക്കും
ഈ പ്രപഞ്ചത്തിനും അതിൻ്റേതായ ഒരു നീതിയുണ്ട്. അതിനെ മറികടക്കാൻ ഒരു കൊലയാളിക്കും കഴിയില്ല. അവന്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ആ കടൽക്കാറ്റിൽ അലിഞ്ഞുപോയിരുന്നു. ഭവാനി നിവാസ് കേസ് ഡയറി എന്ന ആ ഫയൽ അവൻ പതുക്കെ തന്റെ ബാഗിലേക്ക് വെച്ചു. ജീപ്പ് സ്റ്റാർട്ടായി തിരുവനന്തപുരത്തെ നഗരവെളിച്ചങ്ങളിലേക്ക് പോകുമ്പോൾ ആ വിഴിഞ്ഞം കടപ്പുറത്ത് രാത്രിയുടെ കറുത്ത കമ്പളം വീണുകഴിഞ്ഞിരുന്നു. ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുകയാണ്. ഭവാനി നിവാസ് കേസ് ഡയറിയിലെ സത്യങ്ങൾ മുഴുവനായി വെളിച്ചത്തിൽ വന്നിരിക്കുന്നു. വിവേക് തന്റെ സൈക്കോപ്പത്തിക് ബുദ്ധി കൊണ്ട് നിയമത്തെ തോൽപ്പിച്ചെങ്കിലും വിനോദിന്റെ ചോര പുരണ്ട പ്രതികാരത്തിനു മുന്നിൽ അവൻ പരാജയപ്പെട്ടു. അവൻ ഇന്ന് സ്വന്തം ഓർമ്മകളുടെ വലിയൊരു പ്രാന്താലയത്തിലാണ്. നീതിയുടെ വഴി പലപ്പോഴും സങ്കീർണമാണ്. എന്നാൽ ഓർക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും വിധി അതിൻ്റേതായൊരു തീർപ്പ് എവിടെയോ എഴുതിവച്ചിട്ടുണ്ടാകും. ആ തീർപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുറ്റവാളിക്കും കഴിയില്ല. പ്രിയ പ്രേക്ഷകരെ, ഈ അന്തിമ തീർപ്പിൽ വിവേകിന് ലഭിച്ച ശിക്ഷ അർഹിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിയമത്തിന്റെ പഴുതുകളിലൂടെയും സാങ്കേതിക പിഴവുകളിലൂടെയും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ വിധിയുടെയും കർമ്മത്തിന്റെയും ഒരു വലിയ കോടതിയുണ്ട്. അവിടെ അപ്പീലുകളില്ല, ജാമ്യങ്ങളുമില്ല. സ്വന്തം അമ്മയുടെ ജീവനെടുത്ത വിവേക് നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങിയെങ്കിലും അവനെ കാത്തിരുന്നത് ഭ്രാന്തിന്റെ ഇരുണ്ട ലോകമായിരുന്നു. രമ്യയുടെ മരണത്തിന് 10 വർഷങ്ങൾക്ക് ശേഷം വിനോദ് നടത്തിയ പ്രതികാരം നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. വെറുപ്പും പകയും ഒടുവിൽ ആ പക വീട്ടുന്നവനെ കൂടി ഒരു കൊലയാളിയാക്കി മാറ്റും. ഭവാനി നിവാസിന്റെ ഈ കരിങ്കൽ മതിലുകൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: തെറ്റായ വഴികളിലൂടെ നേടുന്ന വിജയം താൽക്കാലികം മാത്രമാണ്. പ്രകൃതിയുടെ നീതി ഒരിക്കൽ നമ്മുടെ വാതിലിൽ വന്നു മുട്ടുക തന്നെ ചെയ്യും. ചില രഹസ്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ നിങ്ങളുടെ സുരക്ഷിതമായ വീടിന്റെ പടിവാതിലിന് തൊട്ടപ്പുറത്ത് ഏത് നിഴലാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് വിവേകിന്റെയും ഭവാനിയമ്മയുടെയും രൂപത്തിൽ കണ്ട ഈ ചതി നിങ്ങളുടെ തൊട്ടടുത്തുള്ളവരിലും ഉണ്ടാകാം. ആ കറുത്ത നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശാൻ ഞങ്ങൾക്കൊപ്പം ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കഥയും ഇതുപോലെയൊരടഞ്ഞ ഡയറിയായി മാറിയേക്കാം. താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തി ഇരുട്ടിലെ സത്യങ്ങൾ ആദ്യം തന്നെ അറിയുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ കറുത്ത പാതയിൽ ഞങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള വെളിച്ചമാണ്. ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കാരണം നിങ്ങളുടെ ഒരു കമന്റായിരിക്കാം അടുത്ത വലിയ നിഗൂഢതയുടെ താക്കോൽ. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വിലയിരുത്തലുകളും ഞങ്ങൾ ഓരോ അധ്യായത്തിലും പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ കഥകളുടെ ശൈലിയിലും അവതരണത്തിലും വരുത്തിയ ഈ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ നിരന്തരമായ പിന്തുണയും പ്രതികരണങ്ങളുമാണ് ഞങ്ങൾക്ക് ഈ തിരക്കഥകൾ കൂടുതൽ മികച്ചതാക്കാൻ കരുത്തു നൽകിയത്. എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളുടെ ഈ ചെറിയ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി അംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ചുറ്റുമുള്ള നിഴലുകളെ എപ്പോഴും ജാഗ്രതയോടെ നിരീക്ഷിക്കുക. സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കുറ്റാന്വേഷണം 360ന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പുതിയ അന്വേഷണ ഡയറിയുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. നന്ദി.